നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. പെഹൽഗാം ഭീകരാക്രമണത്തിൽ പരിശോധന കർശനമാക്കി NIA. ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഹാസിം മൂസ പാക് പട്ടാളത്തിലെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് കമാൻഡറായിരുന്നുവെന്ന് കണ്ടെത്തൽ. പെഹൽഗാം ഭീകരാക്രമണത്തിൽ സ്വീകരിച്ച നിലപാടിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത. VD സതീശന്റെ പ്രതികരണം ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്ന് ഒരു വിഭാഗം. പേവിഷബാധയേറ്റ 5.5 വയസ്സുകാരി മരിച്ചത് മലപ്പുറം സ്വദേശി സന ഹാരിസ്. വാക്സിൻ എടുത്തിട്ട് പേവിഷബാധയേൽക്കുകയായിരുന്നു. മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. തുടർച്ചയായ ബോംബ് ഭീഷണിയിൽ കുഴങ്ങി തലസ്ഥാനം. ഇമെയിൽ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് സൈബർ പോലീസിന്റെ വീഴ്ചയെന്ന് ഇന്റലിജൻസ്. പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്താനിരിക്കെ ജാഗ്രത ശക്തമാക്കി പോലീസ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം. ഈ സാമ്പത്തിക വർഷത്തെ കേരളത്തിന്റെ ആദ്യ കടമെടുപ്പിന്ന്. ശമ്പളവും പെൻഷനും നൽകാൻ കടമെടുക്കുന്നത് 2000 കോടി രൂപ. ഷാജി N. കരുണിന് കലാകേരളത്തിന്റെ ആദരാഞ്ജലി. പൊതുദർശനം രാവിലെ മുതൽ കലാഭവൻ തിയേറ്ററിൽ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളുടെ ശാന്തി കവാടത്തിൽ. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ പോലീസ് അന്വേഷണം ഇഴയുന്നു. ലഹരി ഇടപാടിലെ പ്രധാന കണ്ണി സജീറിനെ അടക്കം കണ്ടെത്താനായില്ല. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. കാനഡയിൽ പൊതുതിരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഭരണം നിലനിർത്താൻ ലിബറൽ പാർട്ടി. ആദ്യ ഫലസൂചനകൾ ഇന്ത്യൻ സമയം 10 മണിയോടുകൂടി. ഭീകരതയ്ക്ക് മാപ്പില്ല. പെഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ഭീകരൻ ഹാസിം മൂസ പാക് പട്ടാളത്തിലെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ കമാൻഡറായിരുന്നുവെന്ന് NIA. ആക്രമണം നടക്കുമ്പോൾ ബൈസ്രൺ വാലിയിലെ മെയിൻ ഗേറ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജമ്മു കശ്മീർ പോലീസ് ഉദ്യോഗസ്ഥനെയും 3 സെക്യൂരിറ്റി ഗാർഡിനെയും വിശദമായി ചോദ്യം ചെയ്തു. ബൈസ്രൺ വാലിയിലെ സീപ്ലെയിൻ ഓപ്പറേറ്ററെയും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിവരങ്ങളിലേക്കാണ് നമുക്ക് ആദ്യം തന്നെ പുത്തൻപുലരിയിൽ പോകേണ്ടത്. ജനം TV സംഘം നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ പെഹൽഗാമിൽ തുടരുകയാണ് തത്സമയ വിവരങ്ങളുമായി. പക്ഷെ നമുക്കറിയാം, ഭീകരാക്രമണമാണ് നടന്നിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സുരക്ഷ നിലപാട് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ NIA എടുക്കുന്ന എല്ലാ നിലപാടുകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അതിൻ്റേതായ തടസ്സങ്ങൾ ഉണ്ട്. ദൃശ്യങ്ങൾ, ഒരുപക്ഷെ NIAയുടെ ദൃശ്യങ്ങൾ, NIA ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനും തടസ്സങ്ങളുണ്ട്. പക്ഷേ പെഹൽഗാമിൽ നിന്നുള്ള മറ്റു വിവരങ്ങളെല്ലാം തന്നെ തത്സമയം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നന്ദഗോപനാണ് നമുക്ക് പെഹൽഗാമിൽ നിന്ന് ചേരുന്നത്. നന്ദൻ, ഈ ഹാസിം മൂസയാണ് നേതൃത്വം നൽകിയത് എന്ന കാര്യം വ്യക്തമാകുന്നു. ഹാസിം മൂസ പാക് പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു എന്ന വിവരവും അതടക്കമുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വീണ, ഈ
പെഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഈ സംഭവത്തിലെ പ്രധാന കാരണക്കാരനായ ഹാസിം മൂസ, ഇയാൾ ലഷ്കർ ഇ തോയ്ബയുടെ ഭീകരനാണ്. ഇയാൾ മുമ്പ് പാക് പട്ടാളത്തിൽ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ കമാൻഡർ ആയിരുന്നു എന്നുള്ളതാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു ഈ പെഹൽഗാമിൽ അക്രമം നടത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും ഈ NIA ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ NIAയുടെ കസ്റ്റഡിയിൽ നിരവധി ആൾക്കാരുണ്ട്. ഇതിനോടകം തന്നെ 15 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ പ്രധാനമായും നിരവധി പേരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട്. NIA സംഘം തന്നെ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല, ഈ അക്രമം നടക്കുമ്പോൾ ഈ ബൈസരൻ വാരിയിലെ മെയിൻ ഗേറ്റിൽ ഒരു ജമ്മു കാശ്മീർ പോലീസിൻ്റെ ഒരു കോൺസ്റ്റബിൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഇയാൾ സായുധധാരിയായിരുന്നു, ഇയാളുടെ പക്കൽ തോക്കുണ്ടായിരുന്നു. എന്നാൽ ഈ വെടിവെച്ച് കേട്ടപ്പോഴോ അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാർ ഈ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴോ ഒന്നും തന്നെ, അല്ലെങ്കിൽ ഈ തീവ്രവാദികളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള യാതൊരു ശ്രമവും ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് NIAക്ക് കൃത്യമായ സംശയങ്ങൾ ഉളവാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാൾ ഇപ്പോഴും കസ്റ്റഡിയിൽ തന്നെ തുടരുകയാണ്. മാത്രമല്ല, ഇയാളുടെ വീട്ടിലും പരിശോധന നടത്തിയിട്ടുണ്ട്. അതിനു പുറമെ ഈ ഗേറ്റിൽ 3 സ്വകാര്യ സെക്യൂരിറ്റി സർവീസിലെ ഏജൻസിയിലെ 3 ഗാർഡും ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഇവരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധിക്കുവാനോ അല്ലെങ്കിൽ മറ്റ് ഈ തീവ്രവാദികളെ എതിർക്കുവാനോ ഒന്നും തന്നെ ശ്രമിച്ചില്ല എന്നുള്ളതാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇവർക്കും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള സംശയം ഇവിടെ ഉളവാക്കുന്നുണ്ട്. ഇതിനു പുറമെ നമുക്ക് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ആ ദൃശ്യങ്ങൾ വൈറലായിട്ടുണ്ട്. ഈ ബൈസരൻ താഴ്വരയിലെ സിപ്ലൈൻ ഓപ്പറേറ്റർ, ഈ സിപ്ലൈൻ ഓപ്പറേറ്റർ, അതായത് മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള ഒരു വ്യക്തി സിപ്ലൈനിൽ കയറാൻ പോകുമ്പോൾ അയാൾ അവിടെ നിന്നും വീഡിയോ പകർത്തുന്നുണ്ട്. ആ വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് ഈ സിപ്ലൈൻ തുടങ്ങുന്ന ഭാഗത്ത് വെച്ച് തന്നെ ഈ വെടിശബ്ദം കേൾക്കുന്നു. അപ്പോൾ തന്നെ ഇയാൾ അള്ളാഹു അക്ബർ തക്ബീർ മുഴക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും NIA സംശയിക്കുന്നത് ഇവർക്കും പങ്കുണ്ടോ എന്നുള്ളത് തന്നെയാണ്. ആ കാര്യങ്ങളും NIA പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഈ സിപ്ലൈൻ ഓപ്പറേറ്ററും ഇപ്പോഴും NIAയുടെ കസ്റ്റഡിയിലാണ്. ഇയാളെയും കൃത്യമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ളതാണ് NIA വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെ അന്ന് ഈ സംഭവം നടന്നപ്പോൾ ആദ്യത്തെ വെടിയൊച്ച കേട്ടപ്പോൾ തന്നെ പ്രദേശവാസിയായ ഒരാൾ മരത്തിന് മുകളിലേക്ക് കയറിയിരുന്നു. അവിടെ നിന്നും അയാൾ ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ആ ദൃശ്യങ്ങളടക്കമുള്ള ഫോൺ ഇപ്പോൾ NIAയുടെ കസ്റ്റഡിയിലാണ്. ഇയാളെയും ഇപ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. കാര്യം ഈ ദൃശ്യങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഭാഗങ്ങളുണ്ട്. ഈ അക്രമം നടന്നതിന് ശേഷം സൈന്യം ഇവിടേക്ക് എത്തിയ ശേഷമാണ് ഇയാൾ മരത്തിന് മുകളിൽ നിന്നും താഴെ ഇറങ്ങിയത്. അങ്ങനെ ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ NIA പരിശോധിച്ച് വരികയാണ്. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്നവരെ, ഈ അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെയും എല്ലാം തന്നെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. NIAയുടെ ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ 7ാം ദിവസമാണ് ഈ പെഹൽഗാമിലെ ബൈസരൻ വാലിയിൽ അക്രമം നടന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഈ ബൈസരൻ വാലിയിൽ തീവ്രവാദികളുടെ അക്രമം നടന്നത്. അതേസമയം 7ാം ദിവസവും ഈ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. വിവിധ മേഖലകളിലായി പ്രത്യേക സംഘങ്ങൾ വിവിധ മേഖലകളിൽ തിരിഞ്ഞുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഇത്തരം ആക്രമണം നടത്തിയവരുടെ അടുത്തേക്ക് പോലും ഈ സംഘത്തിന് എത്താൻ പറ്റി. എന്നാൽ അവർ അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. പ്രത്യേകിച്ച് അവർ വെൽ ട്രെയിൻഡ് ആണ് എന്നുള്ളതാണ്. ഈ പാകിസ്ഥാൻ ആർമിയുടെ കമാൻഡറായിരുന്ന വ്യക്തിക്ക് കീഴിലൊക്കെ തന്നെ കൃത്യമായി ട്രെയിനിങ് ലഭിച്ചവരാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് അവരെ പിടികൂടുക അങ്ങനെ പെട്ടെന്ന് സാധ്യമായ ഒരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് അവരുടെ പക്കലും മോസ്റ്റ് മോഡേൺ ആയുധങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ ത്രാലിലും അതേപോലെ തന്നെ അനന്തനാഗ് മേഖലയിലുമൊക്കെ തന്നെ ഇവരെ വളരെ കൃത്യമായി തന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘം. അതിനപ്പുറത്തേക്ക് അവർ കടന്നു ചെല്ലുന്ന മേഖലകൾ, ത്രാലാണേലും അനന്തനാഗ് ആണേലും അവിടെയൊക്കെ തന്നെ ഇവർക്ക് പ്രാദേശികപരമായ ചില സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സൂചന. അങ്ങനെ ഇവർക്ക് പ്രാദേശികപരമായ സംരക്ഷണം നൽകിയവർക്ക്, അതായത് അനന്തനാഗിൽ ഇവർ ഒരു ഗ്രാമത്തിൽ ഒരു വീട്ടിൽ ഒളിച്ചിരുന്നതായി വിവരങ്ങളുണ്ട്. അതേപോലെ തന്നെ ത്രാൽ മേഖലയിൽ ഒരു വീട്ടിൽ ഇവർ കഴിഞ്ഞിരുന്നു. ഈ 2 വീട്ടുകാരെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അവർ ഇവരെ സംരക്ഷിക്കുന്ന തരത്തിലേക്കായിരുന്നു അവരുടെ നീക്കങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം കൃത്യമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്.
ഒപ്പം തന്നെ ഗുൽഗാമിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം ഇവരുമായി ഏറ്റുമുട്ടലുണ്ടായത്. ഈ ഗുൽഗാം മലമേഖലയിൽ തന്നെ ഇവർ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ മേഖല കൃത്യമായി തന്നെ പ്രത്യേക ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് തന്നെ വളരെ കൃത്യമായി അരിച്ചുപെറുക്കുകയാണ്. ഡ്രോൺ ഉൾപ്പെടെയുള്ളവ കൊണ്ടുള്ള നിരീക്ഷണങ്ങൾ നടക്കുകയാണ്. അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് NIA സംഘം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ദൃക്സാക്ഷികളെ അടക്കം ഈ ബൈസരൻ വാലിയിൽ എത്തിച്ച് ഈ സീൻ വീണ്ടും അതായത് അന്നത്തെ ക്രൈം സീൻ അവർ വീണ്ടും പുനരാവിഷ്കരിച്ചിരുന്നു NIA സംഘം. അങ്ങനെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ളൊരു അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. ഒരു IG, അതേപോലെ തന്നെ DIG, ഒരു SP, അവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ദേശങ്ങളിലുണ്ടായിരുന്നവർ ആ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവിടങ്ങളിലെല്ലാം ചെന്ന് ഈ ദൃക്സാക്ഷികളെയും ഈ സംഭവത്തിന് ഇരയായവരെയും അവരുടെ കുടുംബത്തിലുള്ളവരെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യുവാൻ വേണ്ടിയാണ് NIA തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ നിന്നും മൊഴിയെടുക്കേണ്ട സാഹചര്യമുണ്ട്. മാത്രമല്ല ഇവരുടെ ഫോണുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളുണ്ടോ എന്നുള്ളത് NIA പരിശോധിക്കുന്നുണ്ട്. അത്തരം ഡിജിറ്റൽ തെളിവുകളുള്ള ഫോണുകൾ NIA ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി ഏറ്റെടുത്തുകൊണ്ട് അതിനുവേണ്ടിയുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രധാനമായും സംശയിക്കുന്നത് ഈ പ്രാദേശികപരമായി, അതായത് അവിടെ ഉണ്ടായിരുന്ന ചിലർ, ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്ന കച്ചവടക്കാരിൽ ചിലർ ഇവർക്ക് സഹായം നൽകിയോ എന്നുള്ളത് തന്നെയാണ്. അതാണ് ഈ സിപ്ലൈനിലെ ഓപ്പറേറ്റർ അള്ളാഹു അക്ബർ വിളിക്കുന്നതിൽ വളരെ കാര്യമായൊരു സംശയം തന്നെയാണ് NIAയിൽ ഉടലെടുത്തിരിക്കുന്നത്. വീണ. ഓക്കെ, നന്ദഗോപൻ വളരെ വിശദമായ റിപ്പോർട്ട് നൽകുകയായിരുന്നു. അതേസമയം ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുമുണ്ട് വിവാദങ്ങളേറെ. പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച നിലപാടിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായമാണ്. തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ പ്രസ്താവന അവമതിപ്പുണ്ടാക്കി എന്നാണ് നേതാക്കളുടെ അഭിപ്രായം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഹൈന്ദവ സംഘടനകളും രേഖപ്പെടുത്തിയിരുന്നു. അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഖിൽ, ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ആദ്യ ദിവസത്തെ ഒരു പ്രതികരണം വന്നപ്പോൾ തന്നെ വലിയ തോതിലുള്ള വിവാദം ആ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ ഇതിനോട് മൗനം പാലിച്ച കോൺഗ്രസ് നേതാക്കളാകട്ടെ പിന്നീട് കൃത്യമായി ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിരുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ? വീണ, പൽഹാം ആക്രമണം നടന്ന മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ സമുന്നത നേതാവ് കൂടിയായ VD സതീശൻ അക്രമത്തെ ന്യായീകരിക്കുകയും അക്രമം നടത്തിയത് ഹിന്ദുക്കളെ മതം പറഞ്ഞ് ചോദിച്ച് കൊലപ്പെടുത്തിയ മുസ്ലിം ഭീകരവാദത്തെ തള്ളിപ്പറയാൻ പോലും തയ്യാറാകാത്ത തരത്തിലുള്ള ഒരു പരാമർശം VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആ നിമിഷം മുതൽ തന്നെ ഹൈന്ദവ സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. KP ശശീല ടീച്ചർ, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള KP ശശീല ടീച്ചർ അടക്കം ഇതിനെതിരെ പ്രതിഷേധിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെയാണ് കോൺഗ്രസ് നേതാക്കളിൽ ചിലരൊക്കെ തന്നെ ഇത് ഔചിത്യപൂർണമായിട്ടുള്ള ഒരു പ്രസ്താവനയല്ല VD സതീശൻ നടത്തിയതെന്ന ഒരു പ്രതികരണവുമായി രംഗത്തേക്ക് എത്തുന്നത്. അതിൽ ആദ്യം പ്രതികരണം നടത്തിയത് മുതിർന്ന നേതാവായിട്ടുള്ള K മുരളീധരനാണ്. K മുരളീധരൻ പറഞ്ഞത്, കോൺഗ്രസ് ഏതെങ്കിലും ഒരു അക്രമങ്ങളോ കലാപങ്ങളോ നടക്കുന്ന സമയത്ത് അതിൻ്റെ മതമോ രാഷ്ട്രീയമോ നോക്കുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ്, അങ്ങനെ നോക്കുന്നതും ശരിയല്ല എന്നൊരു നിലപാടായിരുന്നു K മുരളീധരൻ സ്വീകരിച്ചത്. എന്നാൽ അതിന് കുറച്ചുകൂടി കടന്നുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലുള്ള അല്ലെങ്കിൽ പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ശശി തരൂരിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്: രാജ്യത്തിന് നേരെ ഏതെങ്കിലും ഒരു അതിക്രമം നടക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമോ മതമോ പറയുന്നത് ശരിയല്ല. രാജ്യത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ചെയ്യേണ്ടത്. ഞാൻ ആ തരത്തിലാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ പൂർണ്ണമായും പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടിനെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ തള്ളിക്കളയുന്നുവെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അതിൽ പ്രധാനമായും നേതാക്കൾക്കിടയിൽ ഇത്തരത്തിലൊരു ഭിന്നാഭിപ്രായം ഉണ്ടാകാനുള്ള ഒരു കാരണം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്, അതായത് കേരളത്തിലെ വോട്ട് സമവാക്യങ്ങളിൽ അനുസരിച്ച് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ സമുദായത്തെ അവഹേളിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ വീണ്ടും ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഇരിക്കേണ്ടി വരുമെന്ന ഒരു അഭിപ്രായമാണ് ചില കോൺഗ്രസ് നേതാക്കൾ കൂടി നടത്തുന്നത്. വരാനിരിക്കുന്ന, അതായത് 23-ാം തീയതിയായിരുന്നു വിശാല KPCC എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിച്ചിരുന്നത്. എന്നാൽ പോപ്പിൻ്റെയൊക്കെ തന്നെ മരണവുമായി
ബന്ധപ്പെട്ട് ദുഃഖാചരണത്തിന്റെ ഭാഗമായി അത് മാറ്റിവെച്ചിരുന്നു. ഏകദേശം മെയ് മാസം വരാനിരിക്കുന്ന 5-ാം തീയതി തന്നെ വിശാല എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ടാകും. വിശാല എക്സിക്യൂട്ടീവ് യോഗത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഈ നിലപാടിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് നേതാക്കൾ പൽഘാം ആക്രമണത്തിൽ സതീശൻ സ്വീകരിച്ച രാജ്യവിരുദ്ധ നിലപാടിനെ പ്രസ്താവനയെ തള്ളുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ നടത്തുന്നത്. വീണ. ശരി അഖിൽ. ഇനി തൽക്കാലം ഈ പെഹൽഗാം വിട്ട് നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. രാവിലെ വളരെ സങ്കടമുണ്ടാക്കുന്നൊരു വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. മലപ്പുറത്ത് പേവിഷബാധയേറ്റ കുട്ടി മരിച്ചു. മലപ്പുറം സ്വദേശി സന ഹാരിസാണ് മരിച്ചത്. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഏൽക്കുകയായിരുന്നു. മാർച്ച് 29-നാണ് കുട്ടിയെ തെരുവുനായ ആക്രമിച്ചത്. ശിവദാസ് കന്മനം ചേരുന്ന വിവരങ്ങളുമായി. ശിവദാസ്, എപ്പോഴാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത്? ശിവദാസ്, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ വാക്സിൻ എടുത്തതിന് ശേഷവും പേവിഷബാധ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതിനുശേഷം വലിയ ഗുരുതരമായ അവസ്ഥയിലൂടെ കുട്ടി കടന്നു പോവുകയായിരുന്നു. ഇന്നെപ്പോഴാണ് മരണം റിപ്പോർട്ട് ചെയ്തത്? വീണ, ഇന്നലെ പുലർച്ചെ, അതായത് ഇന്ന് പുലർച്ചെ ഏകദേശം 1:45 കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പെൺകുട്ടി മരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ മാർച്ച് 29-നാണ് കുട്ടിയെ തെരുവുനായ കടിക്കുന്നത്. തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടക്കത്തിൽ വലിയ സാധാരണ ചികിത്സ നൽകിയിരുന്നു. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് കുട്ടിക്ക് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത്. അതിനുശേഷം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പേവിഷബാധയ്ക്ക് വേണ്ടിയിട്ടുള്ള വാക്സിൻ അടക്കം നൽകിയിരുന്നു. പ്രതിരോധ വാക്സിൻ അടക്കം നൽകിയെങ്കിലും ഈ കുട്ടിക്ക് അതിനുശേഷവും പേവിഷബാധ സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ രക്തസാമ്പിളുകൾ പരിശോധിച്ചപ്പോഴും പേവിഷബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തോളം നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ഇന്ന് പുലർച്ചെ ഏകദേശം 1:45 കൂടി ഈ കുട്ടി ഈ ലോകത്തോട് തന്നെ വിട പറയുകയാണ് ഉണ്ടായത്. അന്ന് മറ്റ് 6 പേരെ കൂടി പേവിഷബാധ ഈ തെരുവുനായ ആക്രമിച്ചിരുന്നു. അവർക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ അവർക്കും ഇത്തരത്തിൽ പരിശോധന വേണം എന്നൊരു ആവശ്യം ഉയരുന്നുണ്ട്. ഇന്ന് അല്പസമയം മുൻപ് കുട്ടിയുടെ മൃതദേഹം കബറടക്കിയിട്ടുണ്ട്. കാക്കത്തളം എന്ന സ്ഥലത്താണ് പെൺകുട്ടിയുടെ വീട്. കൊണ്ടോട്ടിക്ക് സമീപത്താണ് ഈ സ്ഥലം. ഇവിടെ നിരവധി ഒരു തെരുവുനായ ശല്യം രൂക്ഷമായ ഒരു മേഖല കൂടിയാണ്. മുൻപും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് തെരുവുനായ ആക്രമണം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നാട്ടുകാർ പലപ്പോഴും പഞ്ചായത്ത് ഭരണാധികാരികളോട് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരുന്നു. പക്ഷേ കൃത്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. 5.5 വയസ്സുകാരിയായ സിയ സൽമാനാണ് മരിച്ചത്. ഈ പെൺകുട്ടി മിഠായി വാങ്ങിക്കുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. എന്തായാലും കുട്ടി ഇപ്പോൾ മരിച്ചിരിക്കുന്നു. കുട്ടിയുടെ ഖബറടക്കം വീടിന് സമീപത്തുള്ള ഒരു ജമാ മസ്ജിദിൽ കഴിഞ്ഞിരിക്കുന്നു. വീണ. ഓക്കെ, ശരി ശിവദാസ്. കൊച്ചി കോർപ്പറേഷനിൽ നിന്നുള്ള അജൈവ മാലിന്യ നീക്കത്തിൽ വ്യവസ്ഥകൾ അട്ടിമറിച്ചതായി ഓഡിറ്റ് റിപ്പോർട്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അജൈവ മാലിന്യം നീക്കുമ്പോൾ GPS ട്രാക്കിംഗ് വേണമെന്ന നിർദ്ദേശം പാലിച്ചില്ല. മൂല്യമുള്ള പ്ലാസ്റ്റിക്കിന് ക്ലീൻ കേരള കമ്പനി നൽകുന്നതിലും ഉയർന്ന മൂല്യം ലഭ്യമാക്കണമെന്ന വ്യവസ്ഥ ചെയ്യാൻ നിർദ്ദേശിച്ചെങ്കിലും പാലിച്ചില്ല എന്നും ഓഡിറ്റ് റിപ്പോർട്ട്. മാലിന്യം കയറ്റിയ വാഹനത്തിന്റെ തൂക്കം രേഖപ്പെടുത്തിയതിലും കൃത്രിമം കാട്ടിയതായി ഓഡിറ്റിൽ കണ്ടെത്തി. വ്യാപക ക്രമക്കേടുകളാണ് കൊച്ചി കോർപ്പറേഷനിൽ നിന്നുള്ള അജൈവ മാലിന്യ നീക്കത്തിൽ നടന്നിട്ടുള്ളതെന്ന കണ്ടെത്തലാണ് ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത്. ഇതിലൂടെ വലിയ സാമ്പത്തിക നഷ്ടവും മാനഹാനിയും കൊച്ചി കോർപ്പറേഷൻ ഉണ്ടായതായും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. മാലിന്യം നീക്കുന്ന വാഹനങ്ങളിൽ GPS ട്രാക്കിംഗ് സംവിധാനം ഉറപ്പാക്കണമെന്ന് വർക്ക് ഓർഡറിൽ നിർദ്ദേശിച്ചിരുന്നെങ്കിലും പാലിക്കപ്പെട്ടില്ല. പ്ലാസ്റ്റിക് ഇതര അജൈവ മാലിന്യങ്ങൾ മറ്റ് 3 സംസ്ഥാനങ്ങളിലുള്ള സിമന്റ് ചൂളയിലേക്കാണ് നീക്കേണ്ടത്. മാലിന്യം കൃത്യമായി ചൂളയിൽ എത്തിച്ചു എന്ന് ഉറപ്പാക്കാൻ GPS ട്രാക്കിംഗ്, മാലിന്യം കൈമാറിയതായുള്ള സാക്ഷ്യപത്രം, സംസ്കരണം ഉറപ്പാക്കുന്ന രേഖ എന്നിവ ഓരോ തവണയും കോർപ്പറേഷന് കൈമാറണമെന്നും അത് കോർപ്പറേഷൻ ഫയലിൽ സൂക്ഷിക്കണമെന്നുമാണ് നിർദ്ദേശം. ഇതും പാലിക്കപ്പെട്ടില്ല.
2023 ഓഡിറ്റിംഗിന് ശേഷം കോർപ്പറേഷനോട് ഇത് സംബന്ധിച്ച് വിശദീകരണം തേടിയിരുന്നു. GPS ട്രാക്കിംഗ് ശ്രമകരമാണെന്നും അതിനുള്ള സംവിധാനമില്ലെന്നുമായിരുന്നു കോർപ്പറേഷന്റെ മറുപടി. എന്നാൽ മുൻവർഷങ്ങളിൽ മാലിന്യം നീക്കം ചെയ്തിരുന്ന ക്ലീൻ കേരള കമ്പനി GPS ട്രാക്കിംഗ് റിപ്പോർട്ട് നൽകിയിരുന്നതായും പരിശോധനയിൽ കണ്ടെത്തി. ഇതോടെ കോർപ്പറേഷന്റെ വിശദീകരണം അംഗീകരിക്കാനാകില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. റിജക്റ്റഡ് പ്ലാസ്റ്റിക് മാലിന്യത്തിന് ക്ലീൻ കേരള കമ്പനി നൽകിയതിലും കുറഞ്ഞ മൂല്യവും മൂല്യമുള്ള പ്ലാസ്റ്റിക്കിന് ക്ലീൻ കേരള നൽകിയതിലും ഉയർന്ന മൂല്യവും ഉറപ്പാക്കണമെന്ന് കോർപ്പറേഷൻ യോഗത്തിൽ തീരുമാനിക്കുകയും അത് വർക്ക് ഓർഡറിലും എഗ്രിമെന്റിലും ഉറപ്പാക്കണമെന്നും പറഞ്ഞിരുന്നെങ്കിലും പാലിക്കപ്പെട്ടില്ല. ഇതിനു നൽകിയ വിശദീകരണം റിജക്റ്റഡ് പ്ലാസ്റ്റിക് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നതാണ്. എന്നാൽ അത് തെറ്റായ വിശദീകരണമാണെന്നും ഓഡിറ്റിൽ കണ്ടെത്തി. കോർപ്പറേഷനിൽ നിന്നും മാലിന്യവുമായി പോയ 2 വാഹനങ്ങൾ തമിഴ്നാട്ടിൽ പിടിയിലായിരുന്നു. ഇതിലെ ഡ്രൈവർമാർ ജയിലിലാണ്. ഇത് കോർപ്പറേഷന് മാനക്കേടായെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. മാലിന്യം കയറ്റിയ വാഹനത്തിന്റെ തൂക്കം പരിശോധിച്ച് കമ്പ്യൂട്ടർ പ്രിന്റിംഗായാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഇതിനു പകരം പലപ്പോഴും പേന കൊണ്ട് തൂക്കം രേഖപ്പെടുത്തിയതായും ഓഡിറ്റിൽ വ്യക്തമായിട്ടുണ്ട്. ഇതിലൊന്നും കൃത്യമായ വിശദീകരണം നൽകാൻ ഇനിയും കോർപ്പറേഷന് സാധിച്ചിട്ടില്ലെന്നത് ബോധപൂർവം ക്രമക്കേട് നടത്തിയെന്ന അനുമാനത്തിന് കാരണമാകുന്നു. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. വികസനത്തിരയിൽ വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്ന പദ്ധതി. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കടൽ മാർഗമുള്ള ചരക്ക് വിനിമയത്തിൽ സ്ഥാനം പിടിക്കുന്ന വിഴിഞ്ഞം തുറമുഖം. നാൾവഴികൾ സങ്കീർണമായിരുന്നു. പ്രതിസന്ധികൾ തരണം ചെയ്ത് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് അഭിമാനമാകാൻ ഒരുങ്ങുകയാണ്. രാജ്യത്തിന്റെ തെക്കേയറ്റത്ത് വികസനത്തിന്റെ വാതിൽ തുറന്ന നാൾവഴികളായിരുന്നു കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലം. ചരിത്രരേഖകളിൽ തന്നെ വിഴിഞ്ഞം ഒരു തുറമുഖ നഗരമായിരുന്നു. 1940കളിൽ ആ ചരിത്രത്തെ പുനർനിർമ്മിക്കാൻ ശ്രമിച്ചുവെങ്കിലും വർഷം 2000 വേണ്ടി വന്നു വിഴിഞ്ഞം തുറമുഖമെന്ന യാഥാർത്ഥ്യത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളിലേക്ക് എത്തിച്ചേരാൻ. 2013 തുറമുഖത്തിന്റെ ആദ്യ കരാറിൽ ഏർപ്പെടുന്നു. ദീർഘകാല വീക്ഷണമില്ലാതെ വന്നതോടെ ആ കരാർ നടപ്പിലാക്കാൻ സാധിച്ചില്ല. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നു. 2015 ജൂലൈയിൽ വിഴിഞ്ഞം തുറമുഖമെന്ന ആശയം യാഥാർത്ഥ്യമാകുവാൻ തുടങ്ങി. പിന്നീടുണ്ടായത് പ്രതിസന്ധികളാണ്. 2017 നവംബർ 29 ബുധനാഴ്ച കേരളത്തിന്റെ തെക്കൻ തീരത്തെ വിറപ്പിച്ചുകൊണ്ട് ആഞ്ഞുവീശിയ ഓഖി ചുഴലിക്കാറ്റ്. വിഴിഞ്ഞം മുതൽ പൂവാർ വരെയുള്ള തീരത്തെ ഓഖി ചുഴലിക്കാറ്റ് ചെറുതല്ലാത്ത രീതിയിൽ മാറ്റിമറിച്ചു. അസാധാരണമായ തീരരൂപീകരണവും കടൽ കയറ്റവും. തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായി. അവിടെ നിന്നും കരകയറി തുറമുഖത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള എഞ്ചിനീയറിംഗ് മികവ് പുലിമുട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട്. അവിടെയും തീർന്നില്ല പ്രതിസന്ധികൾ. ആസൂത്രിത സമരങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളെ താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിവെപ്പിച്ചു. പിന്നീട് നടന്ന ചർച്ചകൾക്കൊടുവിൽ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി വിഴിഞ്ഞത്ത് ആദ്യ കപ്പലെത്തി. പ്രതീക്ഷകൾക്കപ്പുറം ആദ്യ ട്രയൽ റൺ നടത്തി. 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നു. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിനൊരുങ്ങുന്നു. 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി 2028 തുറമുഖം പൂർണ്ണതയിലേക്കെത്തും. മെയ് 2-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും. ലോക കടൽ വ്യവസായം വിഴിഞ്ഞം എന്ന വാതിൽ വഴി ഭാരതത്തിലേക്കെത്തും. ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം. കാലടി സംസ്കൃത സർവകലാശാലയിൽ പ്രധാനമന്ത്രി അവഹേളിക്കുന്ന ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പരാതി. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനിൽ ദിനേശനാണ് പരാതി നൽകിയത്. കുറ്റക്കാരെ കണ്ടെത്തുന്നതിലും കർശന നടപടി സ്വീകരിക്കുന്നതിലും കേരള പോലീസ് പൂർണ്ണ പരാജയമാണെന്നും ഈ സാഹചര്യത്തിൽ അടിയന്തര നടപടി വേണമെന്നും പരാതിയിൽ ദിനിൽ ദിനേശ് ആവശ്യപ്പെടുന്നു. അരുൺ കൊടുങ്ങൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, ചർച്ച കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരാതിയുമായി പോകേണ്ടി വന്നത് എന്ന് വ്യക്തമാണ്. എന്നാലും പരാതിയിൽ എന്താണ് പറയുന്നത്?
ഒരു സംഭവമായി ഈ കാലടി സർവകലാശാലയിലെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തെ കാണാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് നിലവിലത്തെ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നത്. യുവമോർച്ച നേതാവായ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ദിനിൽ ദിനേശാണ് ഇത്തരത്തിൽ ഇമെയിൽ മുഖേന കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ആ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഈ ഒരു സമയത്ത് പ്രധാനമന്ത്രിയെ വികലമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഈ ഫ്ലെക്സ് ബോർഡുകൾ. അത് SFIയുടെ നേതൃത്വത്തിലുള്ള ഈ യൂണിയൻ തന്നെയാണ്, ഔദ്യോഗികമായി തിരഞ്ഞെടുത്ത യൂണിയൻ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് പിന്നിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ആരാണ് ഫ്ലെക്സ് വെച്ചത് എന്ന് കണ്ടെത്തി അവർക്കെതിരെ തക്കതായ നടപടി സ്വീകരിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനമായി ഈ ഇമെയിൽസ് പരാതിയിൽ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നിലവിലെ കലാപ ആഹ്വാനത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിക്കുകയാണ്. പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള തൃപ്തിയില്ല. നമുക്കറിയാം, രാഷ്ട്രീയ സമ്മർദ്ദ ഫലമായി ഈ ഫ്ലെക്സ് വെച്ചവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്കാണ് നിലവിൽ പോലീസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം, കൃത്യമായ ഒരു ഇടപെടൽ, നീതി ലഭിക്കുന്ന രീതിയിലേക്കുള്ള ഒരു അന്വേഷണം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടാൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സർവകലാശാലയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. ഇത് കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. നിരന്തരമായി ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങൾ ഈ സർവകലാശാലയ്ക്ക് ഉള്ളിൽ നടക്കുന്നു. ഇപ്പോൾ സർവകലാശാലയിലെ കലോത്സവത്തിൻ്റെ ഭാഗമായാണ് ഇത്തരം ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നത്. എന്തായാലും തക്കതായ ഒരു നടപടി, കൃത്യമായ ഒരു നടപടി, ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നിലവിൽ യുവമോർച്ച നേതാവ്, യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനിൽ ദിനേശ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ശരി. അതേസമയം നമുക്ക് ആശങ്കയാകുന്ന മറ്റൊരു വിഷയം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്താനിരിക്കെ തുടർച്ചയായി ഉണ്ടാകുന്ന വ്യാജ ബോംബ് ഭീഷണികൾ. ഇത് പോലീസിന് തയ്യാറാണ്. വിഴിഞ്ഞം പോർട്ട് രാജ്യത്തിന് സമർപ്പിക്കാനായി പ്രധാനമന്ത്രി കേരളത്തിലെത്താൻ ഇനി 3 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അടിക്കടി ഉണ്ടാകുന്ന ബോംബ് ഭീഷണി ഗൗരവത്തിലെടുത്ത് പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് നിയോഗിച്ചു. ഇമെയിൽ സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് സൈബർ പോലീസിന്റെ വീഴ്ചയെന്ന നിഗമനത്തിലാണ് ഇന്റലിജൻസ്. വിനീഷാണ് ചേരുന്ന വിവരങ്ങളുമായി. വിനീഷ്, വരാൻ പോകുന്നത് പ്രധാനമന്ത്രിയാണ്. വരുന്നത് നമ്മുടെ ഒരു വലിയ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലേക്കായാണ്. പക്ഷെ അപ്പോഴും പോലീസിനോ ഇന്റലിജൻസ് സംവിധാനം സൈബർ സെല്ലിനോ ഒക്കെ എന്തുകൊണ്ടാണ് ഈ വ്യാജ ബോംബ് ഭീഷണി തുടർച്ചയായി അനവധി ഉണ്ടായിട്ടും അതിൻ്റെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്? സൈബറിന് ഒരു സൂചന ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ വകുപ്പിന്റെ പൂർണ്ണ പരാജയം എന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ നിരവധി തവണയാണ് ഇത്തരത്തിലുള്ള വ്യാജ ബോംബ് ഭീഷണി സന്ദേശം പല സർക്കാർ ഓഫീസുകളിലേക്കും എത്തുന്നത്. ഏറ്റവും പ്രധാനം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് വച്ചിട്ടുണ്ട്, അത്തരത്തിലുള്ള ഒരു ഭീഷണിയായിരുന്നു ആദ്യം കിട്ടിയത്. അതിന് തൊട്ടു പിന്നാലെ വിവിധ സ്വകാര്യ ഹോട്ടലുകളിൽ ബോംബുകൾ വച്ചിട്ടുണ്ട് എന്ന് സംബന്ധിച്ചുള്ള ഇമെയിൽ സന്ദേശം ലഭിക്കുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ പോലീസിന്റെ അന്വേഷണം ത്വരിതഗതിയിൽ നടന്നു. പക്ഷേ സൈബർ സെല്ലിന് ഇത് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാജ ഇമെയിൽ സന്ദേശം വന്നത് എന്ന് സംബന്ധിച്ച് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ IP അഡ്രസ്സും കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ആദ്യഘട്ടത്തിൽ വന്ന ആന്ധ്രയിൽ നിന്ന് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ബോംബുണ്ട്, അത്തരത്തിലുള്ള ഇമെയിൽ സന്ദേശം നൽകിയ ആ IP അഡ്രസ്സ് മാത്രമാണ് പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. അതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 13 വ്യാജ ബോംബ് സന്ദേശങ്ങളാണ് തലസ്ഥാന ജില്ലയിലെ വിവിധ സർക്കാർ ഓഫീസുകളിലേക്ക് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസും ക്ലിഫ് ഹൗസിലും ഒപ്പം തന്നെ രാജ്ഭവനിലും ഇത്തരത്തിൽ വ്യാജ ബോംബ് വച്ചിട്ടുണ്ട് എന്ന് സംബന്ധിച്ചുള്ള ഭീഷണികൾ ലഭിക്കുന്ന ഒരു സാഹചര്യം, ഇമെയിൽ സന്ദേശം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ, അന്വേഷണങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നെങ്കിൽ പോലും സൈബർ സെല്ലിന്റെ കൃത്യമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ സംസ്ഥാന സൈബർ സെല്ല്
വിജയമല്ല, അത് പൂർണ്ണ പരാജയം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. കാരണം 13 തവണ ഇത്തരത്തിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ വ്യാജ ഇമെയിൽ സന്ദേശം, ബോംബ് ഭീഷണി ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള വ്യാജ ഇമെയിൽ സന്ദേശം ലഭിക്കുന്നു. ആ ഘട്ടങ്ങളിലൊന്നും തന്നെ കൃത്യമായ രീതിയിൽ അതിൻ്റെ അന്വേഷണം, അതിൻ്റെ ഉറവിടം എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കണ്ടെത്താൻ നമ്മുടെ സൈബർ സെല്ലിന് സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത് ഈ വരുന്ന 2-ാം തീയതി പ്രധാനമന്ത്രി എത്തുന്നു. നമ്മുടെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം കമ്മീഷൻ ചെയ്യാനായി എത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുന്നത് എന്നതാണ് ഏറെ നിർണായകമായ കാര്യം. അത് കേന്ദ്ര ഇന്റലിജൻസിന് തന്നെ വലിയ രീതിയിൽ ഒരു ആക്ഷേപം, അല്ലെങ്കിൽ കേന്ദ്ര ഇന്റലിജൻസ് തന്നെ വലിയ ആക്ഷേപം സംസ്ഥാന സൈബർ സെല്ലിനെതിരെ ഉയർത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ സൈബർ സെല്ലിന് സാധിക്കുന്നില്ല എന്ന് സംബന്ധിച്ചുള്ള ഒരു വിമർശനം ഉയരുന്ന ഘട്ടത്തിലേക്കൊക്കെ എത്തുന്നുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ സൈബർ സെൽ സംവിധാനങ്ങൾ അങ്ങനെ അപ്പാടെ പരാജയമാണോ എന്ന ചോദ്യം പൊതുവിടങ്ങളിൽ നിന്ന് പോലും ഉയരുന്നുണ്ട്. കാരണം നിലവിൽ 13 തവണ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 13 തവണയാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ ഇത്തരത്തിലുള്ള വ്യാജ ഇമെയിൽ സന്ദേശങ്ങൾ, ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട വ്യാജ ഇമെയിൽ സന്ദേശങ്ങൾ ലഭിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന പോലീസിൽ തന്നെ ഇതിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘത്തിന്റെ ഒരു രൂപീകരണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നിന്ന് ഒരു പടി പോലും മുന്നോട്ട് പോകാൻ ഈ അന്വേഷണ സംഘത്തിനും സാധിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി തലസ്ഥാനത്തേക്ക് എത്തുന്നു. നമ്മുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ, അല്ലെങ്കിൽ അതിനെ കമ്മീഷൻ ചെയ്യാൻ, വിഴിഞ്ഞം കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ആ ഒരു ഘട്ടത്തിൽ നിലവിൽ ഇത്തരത്തിലുള്ള വ്യാജ ബോംബ് ഭീഷണി ഇമെയിൽ സന്ദേശങ്ങൾ ലഭിക്കുന്നത് അത് വലിയ ആശങ്കയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. കാരണം നിലവിലെ സാഹചര്യത്തിൽ പല ഘട്ടങ്ങളിലായി പോലീസ് വലിയ പരിശോധനകൾ, ഈ ഇമെയിൽ സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം വലിയ പരിശോധനകൾ നടത്തുന്ന ഘട്ടമുണ്ടായി. ക്ലിഫ് ഹൗസിൽ വലിയ പരിശോധനകൾ, മുക്കും മൂലയും പരിശോധിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. രാജ്ഭവനിലും സമാനമായ രീതിയിൽ പോലീസ് ബോംബ് സ്ക്വാഡ് അടക്കമുള്ള സംവിധാനങ്ങൾ പരിശോധന നടത്തുന്നു. എന്നിട്ടും നിലവിൽ ഇത്തരത്തിലുള്ള വ്യാജ ഐഡിയിൽ നിന്ന് നിലവിലെ സാഹചര്യത്തിൽ സന്ദേശങ്ങൾ ലഭിക്കുമ്പോൾ അത് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇനി ഈ അന്വേഷണ സംഘത്തെ രൂപീകരിച്ച സാഹചര്യത്തിൽ ഏത് തരത്തിലാകും അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം എന്നത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. കാരണം സൈബർ സെല്ലിനെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു IP അഡ്രസ്സ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാറി മാറി വരുന്ന IP അഡ്രസ്സുകളിൽ നിന്ന് എവിടെ നിന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള ഒരു ആശങ്ക, ഇമെയിൽ സന്ദേശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് സംബന്ധിച്ചുള്ള ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. വീണ. യെസ്, ശരിയാണ് വിനീഷ്. ആശങ്കയാവുകയാണ്. പ്രധാനമന്ത്രി 2 ദിവസം കഴിഞ്ഞ് എത്തുമ്പോഴും ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണികൾ സംസ്ഥാനത്ത് ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോഴുമാണ് നമുക്ക് കൂടുതൽ ആശങ്ക ഉണ്ടാകുന്നത്. കപ്പൽശാലിന് ആഴം കൂട്ടാനെന്ന പേരിൽ കണ്ണൂർ പാപ്പിനിശ്ശേരിയിലെ ജനവാസ കേന്ദ്രത്തിൽ മണലൂറ്റൽ കേന്ദ്രവും ഫിൽറ്ററിംഗ് യൂണിറ്റും സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. 100 കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്നതിന് നടുക്ക് മണലെടുപ്പ് കേന്ദ്രം സ്ഥാപിക്കുന്നത് ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുമെന്നും ജീവിതം ദുസ്സഹമാക്കുമെന്നും പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നു. 100 കണക്കിന് ജനങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് പുഴയോട് ചേർന്നാണ് മണലൂറ്റൽ കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. പുഴയോട് ചേർന്ന പ്രദേശമായിട്ടുകൂടി ഇപ്പോഴും നല്ല തെളിനീർ കിട്ടുന്ന നാടാണിത്. മണലൂറ്റ് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചാൽ ഈ മേഖലയിൽ ശുദ്ധജലം കിട്ടാക്കനിയാകുമെന്ന് നാട്ടുകാർ പറയുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. കാരണം അത്രയധികം വാഹനങ്ങളും മറ്റുള്ള പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പൊടിവാറലും മറ്റുള്ള ശല്യങ്ങളെല്ലാം ഉണ്ടാവും. അതാണ് നമ്മളെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പിന്നെ ഈ വെള്ളത്തിൻ്റെ ഇത് വെച്ചാൽ പിന്നീട് ഉപ്പാവോ എന്നുള്ളൊരു ഭയം നമുക്കുണ്ട്. ഇപ്പം നമുക്കെല്ലാം നല്ല വെള്ളം. മണലൂറ്റൽ കാരണം കര തന്നെ ഇല്ലാതാകുമെന്ന ആശങ്കയും ഇവർക്കുണ്ട്. ഇത്തരമൊരു കേന്ദ്രം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് നാട്ടുകാരെ പോലും അധികൃതർ അറിയിച്ചില്ല എന്നും ഇവർ പറയുന്നു. 25 കൊല്ലത്തെ കരാറെന്ന് മാത്രമല്ല, 25 കൊല്ലം കഴിഞ്ഞാൽ പിന്നെയും 10 കൊല്ലത്തേക്ക് കൂടി അവർക്ക് നീട്ടിക്കൊടുക്കുകയും ചെയ്യാമെന്ന് ഇതിൻ്റെ കരാർ വ്യവസ്ഥയിൽ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതറിയില്ല, ഇവിടുത്തെ പ്രദേശത്ത് ഇവർക്കറിയില്ല, ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനറിയില്ല, ഇവിടുത്തെ ജനപ്രതിനിധികൾക്കൊന്നും അറിയില്ല. അവരെല്ലാവരും കൈമലർത്തുകയാണ്. അപ്പോൾ പിന്നെ ഈ പദ്ധതി എങ്ങനെയാണ് ഇവിടെ വരുന്നത്? പക്ഷെ ഇപ്പോൾ ഇതുപോലെ പണികൾ ഇവിടെ ജാഗ്രതയിൽ നടക്കുന്നുണ്ട്. ജനങ്ങളുടെ ആശങ്ക അകറ്റാതെ ഇത്തരമൊരു പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. മണലൂറ്റൽ കേന്ദ്രത്തിനും ഫിൽറ്ററിംഗ് യൂണിറ്റിനുമെതിരെ രാഷ്ട്രീയ ഭേദമന്യേ ജനകീയ സമിതി ഉണ്ടാക്കിയാണ് നാട്ടുകാർ സമരത്തിനൊരുങ്ങുന്നത്. ജനം, കണ്ണൂർ. ഇന്ത്യ പാക് അതിർത്തി അശാന്തം.
അതിർത്തിയിൽ ഇന്നലെ രാത്രിയും പാക് പ്രകോപനമുണ്ടായി. അഖ്നൂർ സെക്ടറിൽ ഇന്നലെ അർദ്ധരാത്രി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ഭാരതം ശക്തമായി തിരിച്ചടിച്ചു. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, ഒരു ഭീകരാക്രമണം ഉണ്ടായി, അതിൽ ഇന്ത്യയുടെ നിലപാട് എന്ത് എന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ പാകിസ്ഥാൻ. എന്നിട്ട് വീണ്ടും അതിർത്തിയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാ എന്ന് വ്യക്തമല്ല. പക്ഷേ കൃത്യമായി തിരിച്ചടിക്കാൻ ഭാരതത്തിന് കഴിയുന്നുണ്ട്. ഇന്നലെ സംഭവിച്ചത് എന്താണ്? വീണ, 22-ാം തീയതി പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം പിന്നീട് എല്ലാ ദിവസവും ഏതാണ്ട് രാത്രികാലങ്ങളിൽ അതിർത്തിയിൽ വലിയ വെടിനിർത്തൽ കരാർ ഉണ്ടാവുകയാണ്. ഇന്നലെ രാത്രിയിലും അഖ്നൂർ സെക്ടറിൽ പാകിസ്ഥാന്റെ കരാർ ലംഘനം ഉണ്ടായി എന്നാണ് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുന്നത്. ഒപ്പം ബാരാമുല്ല, കുപ്വാര തുടങ്ങിയ ജമ്മു കശ്മീരിലെ പ്രദേശങ്ങൾക്ക് അപ്പുറത്തുള്ള, അതായത് നിയന്ത്രണ രേഖയിൽ ആ പ്രദേശങ്ങൾക്ക് അപ്പുറത്തായുള്ള പാകിസ്ഥാൻ ദേശത്ത് നിന്നും ഇവിടേക്ക് വെടിയുതിർക്കുന്നുണ്ടായിരുന്നു. രൂക്ഷമായ വെടിനിർത്തൽ കരാർ ലംഘനമാണ് ഇന്നലെ ഉണ്ടായത് എന്നാണ് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയത്. ശക്തമായ പ്രത്യാക്രമണം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നുമുണ്ടായി. പാകിസ്ഥാന്റെ ഈ സൈനിക ബങ്കറുകളും പോസ്റ്റുകളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യവും നൽകിയിരിക്കുന്നത്. ഇതിപ്പോൾ തുടർച്ചയായി രാത്രികാലങ്ങളിൽ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാവുകയാണ്. അതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ ഈ കരാറിൽ നിന്നും പിന്മാറുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുകയാണ്. എന്തായാലും ഒരു വലിയ സൈനിക നീക്കം ഉടനെ ഉണ്ട് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുന്നു. കാരണം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തീർച്ചയായും നയതന്ത്ര തലത്തിൽ മാത്രമല്ല സൈനിക തലത്തിലുമുള്ള തിരിച്ചടി അത് 100% കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകുകയാണ്. അതിനാൽ അതോടൊപ്പം ഈ വെടിനിർത്തൽ കരാറിൽ നിന്നും ഒരുപക്ഷെ പിന്മാറാനുള്ള സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നേരത്തെ തന്നെ സർക്കാർ ആരംഭിച്ചിരുന്നു. 2021 ഫെബ്രുവരി മാസം 25-നാണ് നിലവിലെ ഈ സീസ് ഫയറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. അതിന് മുൻപ് തുടർച്ചയായി പ്രകോപനം പാകിസ്ഥാൻ ഉണ്ടാക്കുകയും ഇന്ത്യ അതിന് തിരിച്ചടി നൽകുകയും ആകെ പ്രശ്നങ്ങളായ സാഹചര്യത്തിലാണ് ഈ 2021 ഫെബ്രുവരിയിൽ ഇത്തരം ഒരു കരാറിലേക്ക് എത്തിയത്. പക്ഷേ അതിനുശേഷം പിന്നീട് 3 വർഷക്കാലം പൊതുവെ ശാന്തമായിരുന്നു. എന്നാൽ ഈ പഹൽഗാമിന് ശേഷം ഇപ്പോൾ വീണ്ടും അതിർത്തി അശാന്തമാവുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് കരാറിൽ നിന്നും പിന്മാറുന്നതിനെ പറ്റിയും ഭാരതം ചിന്തിക്കുന്നത്. വീണ. ഓക്കെ, ശരി ഗൗതം. വീണ്ടും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു. വിവാദങ്ങൾക്കും ആശങ്കകൾക്കും നടുവിൽ നിർദ്ദിഷ്ട എരുമേലി വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രാഥമിക വിജ്ഞാപനമായി. നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്തെ ഭൂവുടമകളിൽ നിന്ന് ഏറ്റെടുക്കുന്ന വസ്തുവിന്റെ സർവേ നമ്പർ സഹിതമുള്ള രൂപരേഖ തയ്യാറാക്കും. അതേസമയം ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് സ്പെഷ്യൽ പാക്കേജ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സ്ഥലം ഉടമകൾ. അരുൺ കൊടുങ്ങൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, ഈ നിർദ്ദിഷ്ട എരുമേലി വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ളൊരു പ്രാഥമിക വിജ്ഞാപനമാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അതേസമയം ഈ ഭൂവുടമകൾ ഏറ്റെടുക്കുന്ന വസ്തുവിന്റെ സർവേ നമ്പർ സഹിതമുള്ളൊരു രൂപരേഖ തയ്യാറാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ആ നടപടിക്രമങ്ങളൊക്കെ വരിക? തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് ഈ ചെറുവള്ളി വിമാനത്താവളം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ചുള്ള വലിയ ആശയക്കുഴപ്പം തന്നെയാണ്. അതായത് ചെറുവള്ളി എസ്റ്റേറ്റിനാണ് ഇപ്പോഴും ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പാലാ കോടതിയിൽ കേസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്താണ് ഈ പണം കെട്ടിവെച്ചുകൊണ്ട് ഈ വിമാനത്താവളം നിർമ്മിക്കാനായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായാണ് കാണുന്നത്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലുള്ളവർക്ക് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിഭാവനത്തോടെയാണ് ഈ എയർപോർട്ടുമായി മുന്നോട്ട് പോകുന്നത്. തുടക്കത്തിൽ തന്നെ നമുക്കറിയാം പ്രദേശവാസികളുടെ വലിയ എതിർപ്പ്, വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. സാധ്യതാ പഠനം ഒക്കെ നടത്തുമ്പോഴും ഉണ്ടായിരുന്ന ഗുരുതരമായുള്ള പിഴവ്, വീഴ്ച, അതൊക്കെ തന്നെ വലിയ വിവാദമായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള സർക്കാരിന് പഴി കേൾക്കേണ്ടി വന്നിരുന്നു. എന്തായാലും ഈ പദ്ധതിയുമായി എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ വിജ്ഞാപനം പുറത്ത് ഇറക്കിയിരിക്കുന്നത്. ഈ വിജ്ഞാപനത്തിൽ ചില അവ്യക്തതകളുണ്ട്. പ്രദേശവാസികൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും തന്നെ കാര്യമായി അംഗീകരിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 350-ലേറെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. അവരുടെ സ്ഥലങ്ങൾ, സ്വത്തുക്കൾ ഒക്കെ തന്നെ പോകേണ്ടി വരും. ഇതിന് പ്രത്യേക ഒരു പാക്കേജ് വേണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ അടക്കം നിയമ നടപടിയിലേക്കൊക്കെ തന്നെ
പോയിരുന്നുവെങ്കിൽ പോലും കാര്യമായ രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. അത് സർക്കാരിൻ്റെ മെല്ലെപ്പോക്ക് കൊണ്ട് തന്നെയായിരുന്നു ആ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടാകാതിരുന്നത്. എന്തായാലും ഈ വിജ്ഞാപനം പുറത്തിറങ്ങിയ ഒരു സാഹചര്യത്തിൽ ഇതിൽ കർശനമായി തന്നെ നേരിടാനാണ് തീരുമാനിക്കുക. നമുക്കറിയാം, ഈ ശബരി പാതയുടെയൊക്കെ ഭാഗമായി സ്ഥലം ഏറ്റെടുത്ത് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അറിയാം. ഈ ഒരു അനുഭവം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശവാസികൾ ഈ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് ഒരുപാട് ആളുകളൊക്കെ തന്നെ, ഈ സ്ഥലം നഷ്ടപ്പെടുന്ന ആളുകളൊക്കെ തന്നെ ഇതിനെതിരെ കൃത്യമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നത്. പക്ഷേ അതൊന്നും കേൾക്കാതെ സർക്കാരിൻ്റെ വഴിയിലേക്ക് ഈ ദ്രുതഗതിയിൽ പോകണം, എത്രയും വേഗം വിമാനത്താവളം നിർമ്മിക്കണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സാധ്യതാ പഠനങ്ങളൊക്കെ തന്നെ ആദ്യം തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ സ്ഥലം ഏറ്റെടുക്കലിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഒരു വലിയ പ്രതിഷേധം ഈ ഒരു വിഷയത്തിൽ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർ കൃത്യമായി തന്നെ അവരുടെ ആവശ്യങ്ങൾ, പ്രത്യേക പാക്കേജ് എന്നുള്ള ഒരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഈ പാക്കേജ് അംഗീകരിക്കാതെ, അല്ലെങ്കിൽ പാക്കേജ് കൃത്യമായി തന്നെ സർക്കാർ തലത്തിലുള്ള ഉറപ്പ് ലഭിക്കാതെ, അത് കൃത്യമായി തന്നെ തങ്ങളുടെ കൈകളിലേക്ക് എത്താതെ ഈ പദ്ധതിയുമായി സഹകരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഈ സ്ഥലം നഷ്ടപ്പെടുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വിജ്ഞാപനം പുറത്ത് ഇറക്കിയെങ്കിലും ഇതിനുശേഷം 1 വർഷത്തിനുള്ളിൽ നടപടിക്രമങ്ങളും പൂർത്തിയാക്കണമെന്ന് പറയുമ്പോഴും അത് സർക്കാരിനെ സംബന്ധിച്ചോളം അത്ര എളുപ്പമാകില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണ, ശരി അരുൺ, അത് എത്രത്തോളം ഭംഗിയായി ഇനി മുന്നോട്ട് പോകുമെന്ന് നോക്കാം. സർക്കാരിന് അത്ര എളുപ്പമാവില്ല എന്നുള്ളതാണ് അരുണിൻ്റെയും ഒരു നിഗമനം. ഭീകരാക്രമണത്തിനെതിരെയും ഭീകരവാദത്തെ തുറന്നുകാട്ടിയും തെരുവിൽ ചിത്രങ്ങൾ വിരിഞ്ഞു. പഹൽഗാമിൽ നടന്ന ഇസ്ലാമിക മതഭീകരതയ്ക്കെതിരെ തപസ്യ കലാസാഹിത്യവേദി കോട്ടയം ജില്ലാ കമ്മിറ്റിയാണ് ചിത്രകാരന്മാരുടെ പ്രതിഷേധ ചിത്രരചന സംഘടിപ്പിച്ചത്. ഇക്കഴിഞ്ഞ 22-ന് 26 പേരുടെ ജീവനെടുത്ത ശേഷം 4 ലഷ്കർ ഭീകരരും കാടിനുള്ളിലൂടെ രക്ഷപ്പെടുകയായിരുന്നു. ബൈസരനിലെ പൈൻ കാടുകൾക്കുള്ളിലൂടെ രക്ഷപ്പെട്ട ഭീകരർ ഗ്രാമങ്ങളും മലകളും താണ്ടി അനന്തനാഗിൽ പ്രവേശിച്ചു. അവിടെ നിന്നും ത്രാൽ മേഖലയിലേക്ക് കടന്ന ഭീകരർ ഒരു ഗ്രാമത്തിലെത്തി നാട്ടുകാരോട് ഭക്ഷണം ആവശ്യപ്പെട്ടു. രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക ദൗത്യസംഘം ഈ മേഖലയിലേക്ക് എത്തിയെങ്കിലും അവിടെ നിന്നും ഭീകരർ കടന്നു കളഞ്ഞിരുന്നു. പിന്നെയും കാടിനുള്ളിലൂടെ തന്നെ സഞ്ചരിച്ച ഭീകരർ റിപ്പോർട്ടിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ടായി, നമുക്കതിലേക്ക് വരാം. UN-ൽ പാകിസ്ഥാനെ രൂക്ഷ ഭാഷയിൽ ഭാരതം വിമർശിച്ചു. പാകിസ്ഥാൻ തെമ്മാടി രാജ്യമെന്ന് വിമർശനം. ഭീകരതയെ സഹായിച്ചു എന്ന പാകിസ്ഥാന്റെ കുറ്റസമ്മതത്തിൽ അതിശയമില്ലെന്നും ഭാരതം UN-ൽ വ്യക്തമാക്കി. Thank you, Madam. It is unfortunate that one particular delegation has chosen to misuse and undermine this forum to indulge in propaganda and make baseless allegations against India. The whole world has heard Pakistan's Defense Minister Khwaja Asif admitting and confessing Pakistan's history of supporting, training and funding terrorist organizations in a recent television interview. This open confession surprises no one and exposes Pakistan as a rogue state fueling global terrorism and destabilizing the region. The world can no longer turn a blind eye. I have nothing further to add. Thank you. കൃത്യമാണ് നിലപാട്. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, വിവരങ്ങൾ എന്താണ്? വീണ, UN-ൽ ഒരിക്കൽ കൂടി പാകിസ്ഥാനെതിരെ ശക്തമായ ഭാഷയിൽ ഭാരതം സംസാരിക്കുകയാണ്. പാകിസ്ഥാനെ ഒരു തെമ്മാടി രാജ്യം എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രതിനിധി UN-ൽ വിശേഷിപ്പിച്ചത്. ഇതിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അടുത്തിടെ ഖ്വാജ ആസിഫ്, പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി തന്നെ, പാകിസ്ഥാൻ ഭീകര പ്രവർത്തനങ്ങൾക്ക്, അതായത് ഭീകര സംഘടനകൾക്ക് പരിശീലനം നൽകുകയും അതോടൊപ്പം തന്നെ അവർക്ക് ഫണ്ടിംഗ് നൽകുകയും ചെയ്തു എന്ന ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരുന്നു. അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഖ്വാജ ആസിഫ് ഇക്കാര്യം പറഞ്ഞത്. അതിനാൽ ഇന്ത്യ ഇപ്പോൾ UN-ൽ ചൂണ്ടിക്കാണിച്ചത് ലോകം മുഴുവൻ ഈ ഒരു അഭിമുഖം കണ്ടതാണ്. പാകിസ്ഥാൻ തുറന്ന് സമ്മതിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അതായത് ഭീകരവാദ സംഘടനകൾക്ക് തങ്ങൾ പരിശീലനം നൽകി, അതല്ലെങ്കിൽ ഫണ്ടിംഗ് നൽകുകയും ആഗോളതലത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഒരു സമയത്ത് പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യം അവരുടെ പ്രതിരോധ മന്ത്രി തന്നെ തുറന്നു പറയുകയാണ്. അതിനാൽ ഒരു തെമ്മാടി രാജ്യമാണ് പാകിസ്ഥാൻ എന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ
പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനായി ഈ ഭീകരവാദികളെ കയറ്റി അയക്കുന്നതാണ് ഇവരുടെ ശൈലിയെന്നും ഇന്ത്യ ഇപ്പോൾ UN-ൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ബന്ധം വലിയ തോതിൽ യുദ്ധസമാനമായ രീതിയിൽ വഷളാകുന്നു. അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നയതന്ത്ര തലത്തിൽ ഭാരതം വലിയ തോതിലുള്ള യുദ്ധപ്രഖ്യാപനം നടത്തുകയും പാകിസ്ഥാനുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ UN-ലും പാകിസ്ഥാനെതിരെ ഇന്ത്യ ആഞ്ഞടിക്കുന്നത്. ഒരു തെമ്മാടി രാജ്യമായ പാകിസ്ഥാൻ ഭീകരവാദത്തെ കയറ്റി അയക്കുകയും ഭീകരവാദത്തിന് പരിശീലനം നൽകുകയും ചെയ്യുന്നു. ഭാരതം ഉൾപ്പെടുന്ന മേഖലയെ തകർക്കുവാനുള്ള ശ്രമമാണ് എല്ലാ കാലത്തും പാകിസ്ഥാൻ നടത്തിയതെന്നും ഇത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി തന്നെ തുറന്നു പറയുന്നതാണ് ലോകം കണ്ടതെന്നും ഇന്ത്യ UN-ൽ വിശദീകരിച്ചു. വീണ. ഓക്കെ, ശരി ഗൗതം. ലഹരിക്കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ പോലീസ് അന്വേഷണം ഇഴയുന്നു. ഷൈൻ താമസിച്ച ഹോട്ടലിലെത്തിയ ലഹരി ഇടപാടിലെ പ്രധാന കണ്ണി സജീറിനെ അടക്കം കണ്ടെത്താനായിട്ടില്ല. ഷൈൻ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന പരിശോധനാ ഫലം വൈകുന്നതും അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, പലയിടങ്ങളിൽ പലപ്പോഴായി ഷൈനെ ഇത്തരത്തിൽ സംശയ നിഴലിൽ പിടികൂടുകയും ഒരുപക്ഷെ കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേസുകളുണ്ട്, പക്ഷേ അന്വേഷണം ഒരു തരത്തിലേക്കും മുന്നോട്ട് പോകാത്ത സാഹചര്യമാണോ ഉള്ളത്? രേഷ്മ, കേൾക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട കേസുകളിലെ അന്വേഷണം എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത്, ഇഴയുന്നത്? വീണ, രണ്ടാം ഘട്ടത്തിൽ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാമെന്ന് പോലീസ് വിചാരിച്ചിരുന്നതാണെങ്കിലും പിന്നീട് ആ ചോദ്യം ചെയ്യൽ മാറ്റുകയായിരുന്നു. വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് പ്രസ് മീറ്റ് വിളിച്ചടക്കം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. ഷൈൻ ടോം ചാക്കോയുടെ ആദ്യ കേസ്, അതായത് കൊക്കെയിൻ കേസ്, കേരളത്തിലെ ആദ്യത്തെ ഒരു കേസാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായിട്ടുള്ള കൊക്കെയിൻ കേസ് 2015. അത് പക്ഷേ കോടതിയിലടക്കം തള്ളപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഴുതടച്ച രീതിയിലുള്ള അന്വേഷണം, അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവ് ശേഖരണം ഇവയൊക്കെ വേണമെന്നുള്ളതാണ് പോലീസിന്റെ നിലവിലെ ഒരു രീതി. പക്ഷേ അന്വേഷണം എങ്ങും എത്തുന്നില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഈ സജീർ, ഈ ലഹരി ഇടപാടുകളുടെ ഒക്കെ തന്നെ ഇടനിലക്കാരനായിട്ടുള്ള സജീർ അന്നേ ദിവസം വേദാന്ത ഹോട്ടലിൽ ഷൈൻ ടോം ചാക്കോയെ സന്ദർശിച്ചിരുന്നു. ഗൂഗിൾ പേ വഴി സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ പണമിടപാട് നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം എന്തുകൊണ്ടാണ് പോലീസ് നടത്താത്തത്? അത് മാത്രമല്ല, സജീറിനെ ഇതുവരെ പിടികൂടാനും സാധിച്ചിട്ടില്ല. കേവലം NDPS ആക്ടിലെ 29, 27, അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ വകുപ്പ്, അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ 238 വകുപ്പ്, ഇതടക്കമാണ് പോലീസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ചുമത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഷൈൻ ടോം ചാക്കോയെ നേരത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. പക്ഷേ ഈ അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിൽ രണ്ടാം ഘട്ട ഒരു ചോദ്യം ചെയ്യലിലേക്ക് ഇതുവരെ പോലീസ് കടന്നിട്ടുമില്ല. അതുമാത്രമല്ല, ഈ ഷൈൻ ടോം ചാക്കോയുടെ മുടി, നഖം, മറ്റ് സ്രവങ്ങൾ ഇവയൊക്കെ തന്നെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം കൂടി പുറത്തു വരേണ്ടതുണ്ട്. അതും കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ അന്വേഷണം സാധ്യമാകൂ എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതുകൂടാതെ തന്നെ പിടിച്ചെടുത്ത ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ, അതിന്റെ പരിശോധന കൂടി പൂർത്തിയാകണം. അതും കൂടി പൂർത്തിയായെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ തങ്ങൾക്ക് ലഭിക്കൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ സിനിമാ മേഖലയിൽ ഒന്നാകെ ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വർഷങ്ങൾക്ക് മുൻപ് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഷൂട്ടിംഗ് ലൊക്കേഷൻ സെറ്റുകളിലൊക്കെ തന്നെ പോയി അന്വേഷണം നടത്താം അല്ലെങ്കിൽ റെയ്ഡ് നടത്താം എന്നുള്ള ഒരു തീരുമാനം ആദ്യഘട്ടത്തിൽ പോലീസ് എടുത്തുവെങ്കിലും പിന്നീട് അത് എവിടെയൊക്കെയോ മങ്ങലേൽക്കുകയായിരുന്നു. എന്തായാലും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായിട്ടുള്ള കേസ് അത് മുറുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നില്ല. പകരം അന്വേഷണം ഇഴയുകയാണ്. സജീറിനെ അടക്കം കണ്ടെത്തിക്കൊണ്ട് മാത്രമേ ഈ സിനിമാ മേഖല കേന്ദ്രീകരിച്ചുള്ള ലഹരി ഇടപാടുകൾ നടത്തുന്നത് എങ്ങനെയാണ്, അതിന്റെ സ്രോതസ് എവിടെ നിന്നാണ്, ആരൊക്കെയാണ് ഇതിന്റെ കണ്ണികൾ, ഏതൊക്കെ നടീനടന്മാർ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ സജീറിനെ പിടികൂടണം. പക്ഷെ സജീറിനെ പിടികൂടാനായിട്ടുള്ള ശ്രമങ്ങൾ എന്തുകൊണ്ടാണ് പോലീസ് നടത്താത്തത്? ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും നിലവിൽ ഈ വേടന്റെ അറസ്റ്റൊക്കെ തന്നെ
ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചെറിയ തോതിലുള്ള കഞ്ചാവൊക്കെ പിടികൂടുന്ന ഒരു സാഹചര്യത്തിൽ സ്റ്റേഷൻ ജാമ്യം തന്നെ കൊടുത്ത് വിടുകയും ചെയ്യും. പിന്നീട് തുടരന്വേഷണത്തിൽ, അതായത് ഇതിന്റെയൊക്കെ ഉറവിടം എവിടെയാണെന്ന് പോലീസ് കണ്ടെത്തുവാൻ ശ്രമിക്കുന്നില്ല. കേവലം കേസുകൾ എടുത്തുകൊണ്ട് പ്രതി ചേർക്കപ്പെട്ട ആളുകളെ സ്റ്റേഷൻ ജാമ്യത്തിൽ, അതായത് കുറഞ്ഞ അളവിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് സ്റ്റേഷൻ ജാമ്യത്തിന് അർഹതയുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ തുടരന്വേഷണം നടത്തുന്നതിൽ പോലീസിന് വിലങ്ങുതടിയൊന്നുമില്ല. അത് എന്തുകൊണ്ടാണ് നടത്താത്തത്? എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഇതുവരെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. വേദാന്ത ഹോട്ടലിൽ സന്ദർശിച്ച സജീർ, അതായത് ലഹരി ഇടപാടുകളിലെ കൊച്ചിയിലെ തന്നെ ഒരു ഇടനിലക്കാനായിട്ടുള്ള സജീറിലേക്ക് അന്വേഷണം എത്തുന്നുമില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം. വീണ. ശരി രേഷ്മ. ഭീകരാക്രമണത്തിനെതിരെയും ഭീകരവാദത്തെ തുറന്നുകാട്ടിയും തെരുവിൽ ചിത്രങ്ങൾ വിരിഞ്ഞു. പെഹൽഗാമിൽ നടന്ന ഇസ്ലാമിക മതഭീകരതയ്ക്കെതിരെ തപസ്യ കലാസാഹിത്യവേദി കോട്ടയം ജില്ലാ കമ്മിറ്റിയാണ് ചിത്രകാരന്മാരുടെ പ്രതിഷേധ ചിത്രരചന സംഘടിപ്പിച്ചത്. ആ റിപ്പോർട്ട് ഇപ്പോൾ കാണാം. കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിലുള്ള പ്രതിഷേധമാണ് അക്ഷരനഗരിയുടെ ഗാന്ധി സ്ക്വയറിലെ തെരുവിൽ വിരിഞ്ഞ ചിത്രങ്ങൾ. PD മോഹൻദാസ്, ദിനേശ് കെ പുരുഷോത്തമൻ, VK സുരേഷ് കോതനല്ലൂർ, ഓം ആദിത്യരാജ്, ഭഗവത്, ആഗ്നേയ അനു, ശിവദർശ് മാധവ്, നിവേദിത കെ ജിത്ത് തുടങ്ങിയ പല പ്രായത്തിലുള്ള ചിത്രകാരന്മാർ ആവിഷ്കരിക്കുന്നത് ഭീകരതയോടുള്ള സന്ധിയില്ലാത്ത സമരം. തപസ്യ കലാസാഹിത്യവേദി കോട്ടയം ജില്ലാ കമ്മിറ്റിയാണ് ചിത്രകാരന്മാരുടെ പ്രതിഷേധ ചിത്രരചന സംഘടിപ്പിച്ചത്. തപസ്യ സംസ്ഥാന സെക്രട്ടറി ആർട്ടിസ്റ്റ് PG ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാശ്മീരിൽ പഹൽഗാമിൽ നടന്ന കരളലിയിപ്പിക്കുന്ന സംഭവവികാസങ്ങൾ രാജ്യമൊട്ടാകെയല്ല ലോകമാകമാനം അതിൻ്റെ അലയലികൾ പ്രതിധ്വനിക്കുന്ന ഈ സമയത്ത് ഇസ്ലാമിക മത ഭീകരതയ്ക്കെതിരെ കോട്ടയം തപസ്യ കലാസാഹിത്യവേദിയുടെ ചിത്രകാരന്മാർ ഇന്ന് ഈ വൈകിയ വേളയിൽ ഇവിടെ ചിത്രം വരച്ച് പ്രതിഷേധിക്കുകയാണ്. പെഹൽഗാമിലെ ഭീകരാക്രമണത്തെ മാത്രമല്ല, ഭീകരതയെ ഒളിഞ്ഞും തെളിഞ്ഞും പാലൂട്ടുന്നവരെ കൂടി ചായങ്ങൾ കൊണ്ട് വിചാരണ ചെയ്യുന്നു ചിത്രകാരന്മാർ. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു നിലപാടിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചിത്രത്തിൽ ഞാനൊരു പേന സൂചിപ്പിച്ചിരിക്കുന്നത്. എക്സ്റ്റേണൽ ഫണ്ടിങ് മൂലം നമ്മുടെ മാധ്യമ പ്രവർത്തനം ദേശവിരുദ്ധമായി മാറുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് ആ ചിത്രത്തിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. പെഹൽഗാമിൽ ജീവാഹുതി ചെയ്ത മലയാളി രാമചന്ദ്രൻ്റേതുൾപ്പെടെയുള്ള 26 പേരുടെ ചിത്രങ്ങൾ വരച്ച് ആദരവ് നൽകി ചിത്രകാരി നിവേദിത കെ ജിത്ത്. ഈ മുഖങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കാൻ കറുപ്പിലായിരുന്നു ആവിഷ്കാരം. അവരുടെ പേരുകൾക്ക് രക്തവർണ്ണത്തിലും. മതത്തിൻ്റെ പേരിൽ അവർ നമ്മളെ ഇങ്ങോട്ട് എതിർത്തപ്പം മതം നോക്കാതെ നമ്മളെല്ലാവരും ഒന്നിച്ചിന്ന് അവരെ തിരിച്ച് ശക്തമായിട്ട് എതിർക്കണം. അതിന് ഈ 28 പേരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പം പലപ്പോഴും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അവർക്ക് പോയി, അവരുടെ കുടുംബത്തിന് പോയി, അങ്ങനെയായിരിക്കും എല്ലാവരും കാണുന്നത്. പക്ഷേ നമ്മൾ സത്യം പറഞ്ഞാൽ ഓർക്കേണ്ടത്, സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രതിബിംബം പോലെ തന്നെയാണ്. അപ്പൊ ഇവരെ ഒരിക്കലും ആരും മറക്കരുത്. ഭീകരതയെ നേരിടേണ്ടത് സമൂഹത്തിന്റെ ഒന്നാകെ കടമയെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു പ്രതിഷേധ ചിത്രരചന. ജനം, കോട്ടയം. മാലിന്യത്തിൽ നിന്നും മോചനമില്ലാതെ മാലിന്യക്കുഴിയിൽ വീണ ശുചീകരണ തൊഴിലാളി മരിച്ച് 1 വർഷം പിന്നിടുമ്പോഴും അനക്കമില്ലാതെ നഗരസഭയിൽ വൻകിട കെട്ടിടങ്ങളിൽ നിന്നുൾപ്പെടെ ഇപ്പോഴും ഒഴുകുന്നത് ഈ തോട്ടിലേക്ക് തന്നെയാണ്. ഒരു ജീവൻ ബലികൊടുക്കേണ്ടി വന്നിട്ടും ആമയിഴഞ്ചൻ തോട്ടിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിൽ നഗരസഭ പരാജയപ്പെട്ടു. പകുതിയിലധികം തോടും ഓടയായിട്ടാണ് ഒഴുകുന്നത്. നഗരത്തിലെ പ്രധാന കെട്ടിടങ്ങളിലെ ഉൾപ്പെടെ മാലിന്യങ്ങൾ ഇപ്പോഴും ഒഴുക്കിവിടുന്നത് തോട്ടിലേക്ക്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതുവരെ നഗരസഭ ആരംഭിച്ചിട്ടില്ല. ഇനിയൊരു മഴക്കാലത്തെ കാത്തിരിക്കുന്നത് പകർച്ചവ്യാധിയായിരിക്കും. ഇപ്പൊ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് മഴ പെയ്താൽ വീട് മൊത്തം വെള്ളത്തിലാണ്. പിന്നെ അതിൻ്റെതായ മാലിന്യത്തിന്റെ അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ട്. ഇതേപോലെ ഈ ഓട ഇതേപോലത്തെ ഓടയായിരുന്നു ഇതിപ്പോൾ ഇവിടെ സ്ലാബ് ഇട്ടപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല. ആളുകൾ മാലിന്യം ഇടൂല, വെള്ളം സ്വതവേ ഇതായിട്ട് വർഷമായി. ഇതിനൊരു പ്രശ്നമില്ല. ഇവിടെ വെള്ളം ഒഴുക്കിനും ഒന്നും ഒരു പ്രശ്നമില്ല, ഒരു മാലിന്യമില്ല ഒന്നും. അതേപോലെ ഇതും ഇവിടെ ആക്കിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരമാവുള്ളൂ. മഴ പെയ്താൽ ഇവിടെ ചുറ്റുപാടുള്ള ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ ഇവിടെയും വെള്ളം ഇടുപ്പ് വരെയൊക്കെയാണ് വെള്ളം കയറുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് മഴ പെയ്താൽ. ഈ മണ്ണെല്ലാം പോയി വേസ്റ്റൊക്കെ ഇവിടെ നിന്ന് ഒഴുകി വീഴുന്നു. ഒരു മണിക്കൂർ മഴ പെയ്യാമെങ്കിൽ ഇവിടെ മൊത്തം വെള്ളം കയറി തോപ്പിലാവും. 10-50 കുടുംബങ്ങളുണ്ട്, അവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. ഇത് 8-10 കൊല്ലം കൊണ്ട് ഇത് ഇങ്ങനെ നടന്നുകൊണ്ട് പോകാൻ ഒരു പേർക്കും ജീവിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ആമയിഴഞ്ചൻ
റോഡിനെ വൃത്തിയാക്കി നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിൽ നിന്നും മോചനം നൽകുന്നതിൽ നഗരസഭ ആവർത്തിച്ചു പരാജയപ്പെടുന്നു. ദിവസങ്ങൾക്ക് മുമ്പാണ് വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ കൊണ്ട് തലസ്ഥാനത്ത് വൃത്തി കോൺക്ലേവ് നടത്തിയത്. പുറത്തുനിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് പെയിന്റ് ചെയ്ത് പ്രദർശനം നടത്തിയപ്പോൾ ആമയിഴഞ്ചൻ തോട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരം തദ്ദേശ വകുപ്പ് പാടെ മറന്നു. കാലങ്ങൾ പിന്നിടുമ്പോഴും നഗരഹൃദയത്തിലെ മാലിന്യ ഒഴുക്കിന് അറുതിയില്ല. ജനം, തിരുവനന്തപുരം. പുത്തൻപുലരി അതിന്റെ അടുത്ത മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ നോക്കാം പ്രധാന തലക്കെട്ടുകൾ വീണ്ടും. Surprises no one and exposes Pakistan as a rogue state fueling global terrorism and destabilizing the region. യുഎന്നിൽ പാകിസ്ഥാനെ കടന്നാക്രമിച്ച് ഭാരതം, തെമ്മാടി രാജ്യമെന്ന് വിമർശനം. ഭീകരതയെ സഹായിച്ചുവെന്ന പാകിസ്ഥാന്റെ കുറ്റസമ്മതത്തിൽ അതിശയമില്ലെന്നും ഭാരതം. അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം, തിരിച്ചടിച്ച് സൈന്യം. തുടർച്ചയായ ബോംബ് ഭീഷണിയിൽ കുഴങ്ങി തലസ്ഥാനം. ഇമെയിൽ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് സൈബർ പോലീസിന്റെ വീഴ്ചയെന്ന് ഇന്റലിജൻസ്. പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്താനിരിക്കെ ജാഗ്രത ശക്തമാക്കി പോലീസ്. പേവിഷബാധയേറ്റ 5.5 വയസ്സുകാരി മരിച്ചത് മലപ്പുറം സ്വദേശി സന ഹാരിസ്. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേൽക്കുകയായിരുന്നു. മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം. ഈ സാമ്പത്തിക വർഷത്തെ കേരളത്തിന്റെ ആദ്യ കടമെടുപ്പ് ഇന്ന്. ശമ്പളവും പെൻഷനും നൽകാൻ കടമെടുക്കുന്നത് 2000 കോടി രൂപ. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ പോലീസ് അന്വേഷണം ഇഴയുന്നു. ലഹരി ഇടപാടിലെ പ്രധാന കണ്ണി സജീറിനെ അടക്കം കണ്ടെത്താനായില്ല. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. തൃശൂർ പൂരത്തിന് കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനില്ല. ഘടകക്ഷേത്രങ്ങളുടെ തിടമ്പേറ്റാനും രാമനില്ല. ആന വരുമ്പോൾ തിരക്ക് കൂടുന്നതും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടും പിന്മാറാൻ കാരണമെന്ന് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം. കാനഡയിൽ പൊതുതിരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഭരണം നിലനിർത്താൻ ലിബറൽ പാർട്ടി. ആദ്യഫല സൂചനകൾ ഇന്ത്യൻ സമയം 10 മണിയോടുകൂടി. സംസ്ഥാനത്ത് മാലിന്യ സംസ്കരണം താളം തെറ്റുന്നു. പ്രതിദിന മാലിന്യം 100 കിലോയിൽ കൂടുതലുള്ള സ്ഥാപനങ്ങൾ സ്വന്തമായി മാലിന്യ പ്ലാന്റുകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും പാലിക്കപ്പെടുന്നില്ല. സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ എവിടെ നിക്ഷേപിക്കുന്നുവെന്ന് കണ്ടെത്താൻ സർക്കാരിനുമാകുന്നില്ല. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, ഈ വേനൽ മഴ ഇങ്ങനെ കടുത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ വ്യക്തമായതാണ് ഈ മാലിന്യ സംസ്കരണം എത്രത്തോളം മോശമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ പ്രതിദിന മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും തെളിയുന്നത്? അവിടെ മാലിന്യ സംസ്കരണം അതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ വീഴ്ചകൾ സംഭവിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് തലസ്ഥാനത്തെ അടക്കമുള്ള വിവിധ ഹോട്ടലുകളും അതോടൊപ്പം തന്നെ സമാനമായ സംരംഭങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങൾ സമാഹരിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങളിൽ ആ പദ്ധതികൾ, സർക്കാരിൻ്റെതായിട്ടുള്ള പദ്ധതികളെല്ലാം താളം തെറ്റുന്നു എന്നതാണ് വിവരം. പ്രതിദിന മാലിന്യം 100 കിലോയിൽ കൂടുതലാണെങ്കിൽ അവിടെ സംവിധാനങ്ങൾ സ്ഥാപിക്കണം. അതായത് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി സ്വന്തമായിട്ട് ബയോ സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ആ സംവിധാനങ്ങൾ, ബയോ പ്ലാന്റുകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയത്. എന്നാൽ ആ സംവിധാനങ്ങളൊന്നും കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ഗുരുതരമായി വരുന്ന ആക്ഷേപം. മാത്രമല്ല ഇത് നിരീക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അതായത് ഇത്തരം സ്ഥലങ്ങളിൽ ഈ ബയോ സംവിധാനങ്ങൾ, വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനങ്ങൾ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അത് നിരീക്ഷിക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ അത്തരം നിരീക്ഷണങ്ങളും നടക്കുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ
മാത്രമല്ല ഈ സ്ഥാപനങ്ങൾ, ഭക്ഷണശാലകൾ ഇവരെല്ലാം പുറന്തള്ളുന്ന മാലിന്യങ്ങൾ സ്വകാര്യ കമ്പനികൾക്കാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്വകാര്യ ഏജൻസികൾക്കാണ് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് കൊടുക്കുന്നത്. ഈ സ്വകാര്യ ഏജൻസികൾ ഇത് കളക്ട് ചെയ്ത് എടുക്കുന്ന മാലിന്യം എവിടെ തള്ളുന്നു, അല്ലെങ്കിൽ എവിടെയാണ് ഇത് നിർമ്മാർജ്ജനത്തിനായി കൊണ്ടുപോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിനോ നഗരസഭകൾക്കോ വലിയ കാര്യമായ വ്യക്തതകളൊന്നുമില്ല. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലടക്കം ഇത്തരത്തിൽ ഈ മാലിന്യങ്ങൾ, ഹോട്ടൽ മാലിന്യങ്ങൾ ശേഖരിക്കുകയും വഴിയിലും ജനവാസ മേഖലകളിലൊക്കെ തള്ളുന്നതായിട്ടുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ വീണ്ടും ഈ സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണം ത്തിനെപ്പറ്റി വീണ്ടും ചർച്ചകളും വാർത്തകളും ആകുന്നത്. ഇനി ഉള്ള സമയമെന്ന് പറയുന്നത് ഈ മഴക്കാലം കൂടി വരികയാണ്. ഇതോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ അടിയന്തരമായ നടപടിയെടുത്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല നമ്മുടെ നാടും നഗരവും എല്ലാം ചീഞ്ഞു നാറുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഇതിനൊരു നടപടികൾ വേണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ഇതിൽ നേരത്തെ തമിഴ്നാട്ടിൽ, കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ മാലിന്യങ്ങൾ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ ഒരു ഗ്രാമത്തിൽ തള്ളിയത് വലിയ രീതിയിൽ വിവാദമായിരുന്നു. അതിന് പിന്നാലെ വാർത്തകളും പ്രതിഷേധങ്ങളും ഉണ്ടായി. തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരടക്കം പ്രതിഷേധമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്തതിന് പിന്നാലെ കേരളത്തിന് വലിയ നാണക്കേടുണ്ടായിരുന്നു. കേരളത്തിന് വലിയ നാണക്കേടുണ്ടായിരുന്നു. തുടർന്ന് കേരളത്തിലെ തിരുവനന്തപുരത്തു നിന്നും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം തിരുനെൽവേലിയിലേക്ക് തിരിക്കുകയും അവിടുന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കണ്ടെയ്നറുകൾ, വാഹനങ്ങളിലാക്കി ലോറികളിൽ ഈ മാലിന്യം തിരിച്ച് കേരളത്തിൽ കൊണ്ടുവരേണ്ട അവസ്ഥയെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ പറഞ്ഞ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം കൃത്യമായി പരിപാലിക്കാൻ കഴിയാത്തതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായത്. സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ ഇനിയും ഉണ്ടായിക്കൂടാ എന്നില്ല. നേരത്തെ അതുമാത്രമല്ല, ഈ തമിഴ്നാട് അതിർത്തിയിൽ വെച്ച്, കന്യാകുമാരി ജില്ലയിൽ തമിഴ്നാട് അതിർത്തിയിൽ വെച്ച് സമാനമായ രീതിയിൽ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ ഹോട്ടൽ മാലിന്യങ്ങൾ പിടികൂടുന്നൊരു സംഭവം നേരത്തെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അപ്പോൾ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതാണ് ഇത്തരം ഈ മാലിന്യങ്ങൾ ജനവാസ മേഖലകളിലോ അല്ലെങ്കിൽ കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യാനൊരു അവസരം ഉണ്ടാകാതെ പോകുന്നതും ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെയും നഗരസഭകളുടെയും അവസ്ഥയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തലസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ തലസ്ഥാനത്ത് നിരവധി ഹോട്ടലുകളുണ്ട്. നമുക്കറിയാം, ഭക്ഷണശാലകൾ നിരവധിയാണ്, നിരവധി ആളുകൾ വന്നു പോകുന്നതുമാണ്. ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലം കൂടിയാണ്. 100 കിലോയിൽ കൂടുതൽ ഭക്ഷണാവശിഷ്ടങ്ങൾ, മാലിന്യങ്ങൾ ഒട്ടുമിക്ക ഹോട്ടലുകളിലും ഭക്ഷണശാലകളിലും ഉണ്ടാകാൻ സാധ്യതകളുമുണ്ട്. എന്നിരിക്കെ ഇത് നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള രീതികൾ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നിർമ്മാർജ്ജനം നടത്തുന്നു അടക്കമുള്ള കാര്യങ്ങളിൽ അതൊന്ന് ചിന്തിക്കുവാനോ അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ, തുടർന്നുള്ള കാര്യക്ഷമമായ രീതിയിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ഇതുവരെയും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വിമർശനാത്മകമായിട്ട് ഇപ്പോൾ ഉയർന്നത്. ഏതായാലും സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണം താളം തെറ്റുന്നു എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. ഭക്ഷണാവശിഷ്ടങ്ങളടക്കം, ഹോട്ടൽ മാലിന്യങ്ങളടക്കം നിക്ഷേപിക്കുന്നത് 100 കിലോയിൽ കൂടുതൽ വരുന്ന ഹോട്ടൽ മാലിന്യങ്ങൾ, ആ മാലിന്യങ്ങൾ വരികയാണെങ്കിൽ അതിന് സ്വന്തമായി ബയോ സംവിധാനങ്ങൾ, അതായത് ഉണ്ടാകണമെന്ന നിർദ്ദേശമുണ്ട്. അതും ലംഘിക്കപ്പെടുന്നതുമാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത്. വീണ. ഓക്കെ, ശരി പ്രശാന്ത്. കടമെടുക്കാൻ പോകുന്നതിൻ്റെ വാർത്തയിലേക്കാണ്. ഈ സാമ്പത്തിക വർഷത്തെ കേരളത്തിൻ്റെ ആദ്യ കടമെടുപ്പ് ഇന്നാണ്. 2000 കോടിക്ക് വേണ്ടിയുള്ള കടപ്പത്ര ലേലം രാവിലെ 10:30 ആരംഭിക്കും. റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ പ്ലാറ്റ്ഫോം വഴിയാണ് ലേലം. ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടിയാണ് സർക്കാർ 2000 കോടി കടമെടുക്കുന്നത്. വിനീഷ് ചേരുന്ന വിവരങ്ങളുമായി. വിനീഷ്, തിരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അപ്പോൾ ക്ഷേമ പെൻഷനും മറ്റുമൊന്നും ബാക്കി വയ്ക്കാൻ കഴിയുകയുമില്ല. മുഖം രക്ഷിക്കേണ്ടതുണ്ട്. കടമെടുക്കാതെ നിവർത്തിയില്ല. എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്ഷേമ പെൻഷനുകളിൽ വലിയ വിമർശനമാണ് സംസ്ഥാന സർക്കാരിന് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ആ വിമർശനം എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കുക എന്ന ശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ, ഒപ്പം തന്നെ സാമ്പത്തിക ദൂർത്ത്, ഒരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോഴും അത്തരത്തിലുള്ള സാമ്പത്തിക ദൂർത്ത് അത് തുടരുന്ന ഒരു ഘട്ടവും കൂടി പിണറായി സർക്കാരിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ 2023-24 സാമ്പത്തിക വർഷം തന്നെ 48,836 കോടിയിലധികം രൂപയാണ് സംസ്ഥാനം കടമെടുത്തത്. അത് 2025-26 സാമ്പത്തിക വർഷത്തിലേക്ക് എത്തുമ്പോൾ ഇനി സംസ്ഥാനത്തിന് ഈ സാമ്പത്തിക വർഷം കടമെടുക്കാൻ കഴിയുന്നതിൻ്റെ പരിധി 45,000 കോടി രൂപയാണ്. ഈ 45,000 കോടി രൂപയിൽ നിലവിൽ ഇപ്പോൾ തന്നെ 29,000 കോടി കിഫ്ബിയുടെ വകയിൽ ഇപ്പോൾ തന്നെ വായ്പ എടുത്തു കഴിഞ്ഞിരിക്കുന്നു, കടമെടുപ്പായി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഇന്ന് കടമെടുപ്പിലേക്ക്
സംസ്ഥാന സർക്കാർ കടക്കുന്നത്. ഏകദേശം 2000 കോടി രൂപയാണ് വീണ്ടും കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഈ കുബേർ വഴിയാണ് സർക്കാർ ഈ കടപ്പത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കടമെടുപ്പ് നടത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിട്ടിരിക്കുന്നു. എന്തായിരുന്നാലും എടുത്തു പറയേണ്ട ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നിരന്തരം ഇത്തരത്തിലുള്ള കടമെടുപ്പ് സംസ്ഥാന സർക്കാർ തുടരുന്ന ഘട്ടത്തിൽ പല തവണ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. പ്രത്യേകിച്ച് വലിയ തോതിൽ കടമെടുത്തു കഴിഞ്ഞാൽ അത് സംസ്ഥാനത്തിന്റെ ഒരു നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ കടമെടുപ്പിന്റെ പരിധി ഉയർത്താൻ സാധിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചു സംസ്ഥാന സർക്കാരിന് പല ഘട്ടങ്ങളിലായി മുൻകാലങ്ങളിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ മുഖവിലക്കെടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും ഈ 2025-26 കാലഘട്ടത്തിൽ ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയുന്നത് 45,000 കോടി രൂപയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ 29,000 കോടി രൂപ നിലവിൽ കിഫ്ബിയുടെ ഇനത്തിൽ സംസ്ഥാന സർക്കാർ കടമെടുത്തു കഴിഞ്ഞു, വായ്പയായി എടുത്തു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് 2000 കോടി രൂപയാണ് കടമെടുപ്പ് പത്രത്തിൽ അത്തരത്തിൽ ആ ഒരു സംവിധാനത്തിലേക്ക് കടമെടുക്കാനായി സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്. ഈ കുബേർ വഴി ഇന്ന് കടമെടുക്കാനുള്ള ഘട്ടത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുമ്പോൾ ഇനിയുള്ള കാലഘട്ടം, ഇനി ഈ സാമ്പത്തിക വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഏകദേശം നമ്മൾ കണക്ക് നോക്കുമ്പോൾ 31,000 കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുത്തു കഴിഞ്ഞു. ബാക്കി സംസ്ഥാനത്തിന് അനുവദിച്ച തുകയിൽ ബാക്കി നിൽക്കുന്നത് 14,000 കോടി രൂപയാണ്. ബാക്കി 45,000 നോക്കുമ്പോൾ 14,000 കോടി രൂപയാണ് ബാക്കി നിൽക്കുന്നത്. പല ഘട്ടങ്ങളിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തൊക്കെ സംഭവിച്ചത് അവസാന ഘട്ടത്തിൽ സംസ്ഥാന കേന്ദ്രത്തിന് പ്രത്യേക അപേക്ഷ നൽകുന്നു. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ ഒരു ദുരന്തം സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കടമെടുപ്പ് പരിധി കേന്ദ്രം ഉയർത്തി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇനിയും വരും വർഷങ്ങളിൽ ഇത്തരത്തിൽ ഉയർത്തി കൊടുക്കാൻ കേന്ദ്രത്തിന് സാധിക്കില്ല. അത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും. നിലവിലെ സാഹചര്യത്തിൽ യാതൊരു പരിഹാരവും കാണാതെ ധനപ്രതിസന്ധിക്ക് ഏതൊരു കൃത്യമായ ഒരു മാനദണ്ഡങ്ങൾ, ആ ധനപ്രതിസന്ധി പരിഹരിക്കാൻ ഒരു കൃത്യമായ മാനദണ്ഡങ്ങൾ രൂപീകരിക്കാതെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇന്ന് 2000 കോടി രൂപ കൂടി കടമെടുക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ഈ സാമ്പത്തിക വർഷത്തിലെ കടമെടുപ്പ് അല്ലെങ്കിൽ 2025-26 കാലഘട്ടത്തിലെ സാമ്പത്തിക വർഷത്തിലെ കടമെടുപ്പ് അത് 31,000 കോടി രൂപയായി മാറും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ സാമ്പത്തിക വർഷം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനിയുള്ള ധനപ്രതിസന്ധികൾ എങ്ങനെ സംസ്ഥാനം പരിഹരിക്കും എന്നത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ശരി വിനീഷ്. തൃശൂർ പൂരത്തിന് ഇത്തവണ കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇല്ല. ഘടകക്ഷേത്രങ്ങളുടെ തിടമ്പേറ്റാനും രാമനെത്തില്ല. കഴിഞ്ഞ തവണ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയിരുന്നു. ആന വരുമ്പോൾ തിരക്ക് കൂടുന്നതും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും കൊണ്ട് പിന്മാറി എന്നാണ് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം അറിയിച്ചിരിക്കുന്നത്. നെയ്തലക്കാവ് ഘടകപൂരമാണ് ഏറ്റവും അവസാനം വടക്കുംനാഥ ക്ഷേത്രത്തിൽ പ്രവേശിക്കുക. സാനു കെ സജീവ് ചേരുന്ന വിവരങ്ങളുമായി. സാനു, അത് ആനപ്രേമികൾക്ക് വലിയ വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇത്തവണ തൃശ്ശൂർ പൂരത്തിന് ഇല്ല എന്നത്. വിവരങ്ങൾ. വീണ, ഏറ്റവും തലപ്പൊക്കമുള്ള തൃശ്ശൂർ പൂരത്തിന് ആനകളുടെ തലപ്പൊക്കമായ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ഇത്തവണ പൂരം എത്തുന്നതിന് മുമ്പ് തന്നെ പൂരപ്രേമികളും ആനപ്രേമികളും ഒക്കെ ഉയർത്തിയതാണ്. എന്തായാലും ഇക്കുറി തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എത്തില്ല എന്ന് ഉള്ള വിവരം പുറത്തു വന്നിരിക്കുകയാണ്. പൂരം എത്തുമ്പോൾ ആദ്യം ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അല്ലെ കുറച്ച് കാലങ്ങളായിട്ട് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എത്തുമോ എന്നുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ നെയ്തലക്കാവിലമ്മയും ശിരസിലേറ്റി തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എത്തുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഇക്കുറി പൂരപ്പറമ്പിൽ പൂരം എത്തുന്നതിന് മുമ്പ് തന്നെ മുഴങ്ങി ഒന്നാണ്. എന്തായാലും എത്തില്ലെന്ന് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം തന്നെ അറിയിച്ചിരിക്കുകയാണ്. അതിന് പ്രധാന കാരണമായിട്ട് അവർ പറയുന്നത് ഈ പൂരത്തിന് ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എത്തുമ്പോൾ ഉണ്ടാവുന്ന തിരക്ക് അത് അനിയന്ത്രിതമായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എത്തുന്ന വേളയിൽ ശിരസിലേറ്റി നെയ്തലക്കാവിലമ്മയൊക്കെ ആയിട്ട് എത്തുമ്പോഴത്തേന് വലിയൊരു ജനസഞ്ചയം ഈ ആനയ്ക്ക് ചുറ്റും കൂടുന്നതും ആ ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് പെടാപ്പാട് പെടുന്ന സാഹചര്യമൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ പൂരം നടക്കുന്നത് കമാൻഡോ സുരക്ഷകളുടെ അകമ്പടിയോടുകൂടിയാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ അത്ര ഒരു വലിയ നിയന്ത്രണങ്ങളോടുകൂടി പൂരം നടക്കുമ്പോൾ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എത്തുന്നു. അതിന് പിന്നാലെ വലിയൊരു ജനസഞ്ചയം ഒത്തുകൂടുന്നു. അവരെ നിയന്ത്രിക്കാൻ പോലീസ് വലിയ നടപടികളിലേക്കൊക്കെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനായിട്ട് അങ്ങനൊരു നിലയിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ട് പോലീസ് ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഉണ്ടാവില്ല
ഘടകപൂരങ്ങളുടെ ഭാഗമായിട്ടും രാമൻ എത്തില്ല എന്നുള്ളൊരു കാര്യം രേഖാമൂലം തന്നെ തെച്ചിക്കോട്ടുകാവ് ദേവസ്വം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും എറണാകുളം ശിവകുമാറാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രന് പകരം എത്തിയിരുന്നത്. എന്തായാലും തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഉണ്ടാവില്ല, അത് രേഖാമൂലം തന്നെ ദേവസ്വം അറിയിച്ചിട്ടുണ്ട്. വീണ. ഓക്കെ, ശരി സാനു. പെഹൽഗാം ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഭീകരൻ ഹാസിം മൂസ പാക് പട്ടാളത്തിലെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ കമാൻഡറായിരുന്നുവെന്ന് NIA. ആക്രമണം നടക്കുമ്പോൾ ബൈസ്രൺ വാലിയിലെ മെയിൻ ഗേറ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജമ്മു കശ്മീർ പോലീസ് ഉദ്യോഗസ്ഥനെയും 3 സെക്യൂരിറ്റി ഗാർഡുകളെയും വിശദമായി ചോദ്യം ചെയ്തു. ബൈസ്രൺ വാലിയിലെ സീപ്ലെയിൻ ഓപ്പറേറ്ററെയും ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നന്ദഗോപൻ പെഹൽഗാമിൽ നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. നന്ദഗോപൻ, പുതുതായി നമ്മോടൊപ്പം ചേരുന്ന പ്രേക്ഷകർക്കായി പെഹൽഗാമിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, ഏറ്റവും ഒടുവിലായി NIA പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഹാസി മൂസ എന്ന വ്യക്തി, ഇയാൾ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കമാൻഡോ ആയിരുന്നു, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് കമാൻഡോ ആയിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇയാളാണ് ഇതിന് നേതൃത്വം നൽകിയത്. അതായത് പെഹൽഗാമിലെ ബൈസരൻ വാലിയിൽ 26 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടാൻ ഇടയായ തീവ്രവാദ അക്രമത്തിന് നേതൃത്വം നൽകിയത് ഈ ഹാസി മൂസയാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇയാൾ വെൽ ട്രെയിൻഡ് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ഇയാൾ കമാൻഡോയുടെ പ്രത്യേക ട്രെയിനിങ് എടുത്തിട്ടുണ്ട്, മോസ്റ്റ് മോഡേൺ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അറിയാം, അതേപോലെ തന്നെ നാവിഗേഷൻ, അയാൾക്ക് ഇത്തരം നാവിഗേഷൻ സിസ്റ്റമൊക്കെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാമെന്നുള്ളതാണ് ഇതിനോടകം NIA വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാളുടെ നേതൃത്വത്തിൽ ട്രെയിനിങ് ലഭിച്ചവരാണ് ഈ തീവ്രവാദ അക്രമത്തിൽ പങ്കെടുത്തതും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇയാളാണ് കഴിഞ്ഞ 2024 നവംബറിലുമായി ഭാരതത്തിൽ നടന്ന ഒരു 3 തീവ്രവാദ അക്രമങ്ങൾ, അതിൽ നേതൃത്വം കൊടുത്തതും ഇയാൾ തന്നെയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഇയാൾ കശ്മീരിൻ്റെ മണ്ണിലുണ്ട്. അക്രമങ്ങൾ നടത്തുവാൻ വേണ്ടി ഇയാൾ കശ്മീരിൻ്റെ മണ്ണിലുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഈ NIA വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഈ തീവ്രവാദ അക്രമങ്ങൾ നടന്ന സമയത്ത് അവിടെ കശ്മീർ പോലീസ് ഉണ്ടായിരുന്നു. എന്നാൽ ആ പോലീസ് അവർ മെയിൻ ഗേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ റിയാക്ഷൻ നടത്തിയില്ല. അതായത് ഈ വെടിയൊച്ച കേൾക്കുമ്പോഴും അവർ ഇതിനെ പ്രത്യാക്രമണം നടത്തുവാനോ അതിനെ പ്രതിരോധിക്കുവാനോ ഈ കശ്മീർ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനമായും വ്യക്തമാക്കുന്നത്. മാത്രമല്ല അവിടെ ഒരു സെക്യൂരിറ്റി ഏജൻസിയുടെ 3 ഗാർഡും ഈ പ്രദേശത്തുണ്ടായിരുന്നു. അവരും ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയല്ലാതെ ഇതിനെ പ്രതിരോധിക്കുവാനോ മറ്റൊന്നും തന്നെ ചെയ്തില്ല എന്നുള്ളതാണ് പ്രധാനമായും NIA കണ്ടെത്തുന്നത്. നിലവിൽ ഈ 3 സെക്യൂരിറ്റി ഗാർഡുകളും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിലെ കോൺസ്റ്റബിളും അവരിപ്പോൾ NIA കസ്റ്റഡിയിലാണ്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് പ്രധാനമായും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും മറ്റും വന്ന ഒരു ദൃശ്യമുണ്ട്. അതായത് ഗുജറാത്ത് അഹമ്മദാബാദ് സ്വദേശിയായ ഋഷി ഭട്ട് എന്നുള്ള ഒരാൾ സിപ്പ് ലൈനിൽ കയറുന്നതിൽ ഒരു ദൃശ്യങ്ങളായിരുന്നു എടുത്തിരുന്നത്. ഇയാൾ സിപ്പ് ലൈനിൽ കയറി ഈ സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ അള്ളാഹു അക്ബർ, ഈ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ ഈ വെടിവെച്ച് കേട്ടുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്ന തക്ബീർ മുഴക്കുന്നതായിരുന്നു കേട്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഋഷി ഭട്ട് എന്ന അയാൾ ഇന്ന് ഈ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അയാൾ പറയുന്നത് ഒരുപക്ഷെ ഈ സിപ്പ് ലൈൻ ഓപ്പറേറ്റർക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ NIA ഈ സിപ്പ് ലൈൻ ഓപ്പറേറ്ററെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് ബോധ്യമാകുന്ന പക്ഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് NIA വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർ ചിത്രീകരിച്ച ദൃശ്യങ്ങളും കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാദേശികമായി എത്തിയ അല്ലെങ്കിൽ ഒരു പ്രദേശവാസി, അയാൾ പ്രധാനമായും ഈ വെടിയൊച്ച കേട്ടപ്പോൾ തന്നെ ഈ മരത്തിന് മുകളിൽ കയറിയിരിക്കുകയായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം ഇയാൾ മരത്തിന് മുകളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അയാൾ അവിടെ നിന്നുകൊണ്ട് മുഴുവൻ ദൃശ്യങ്ങളും പകർത്തിയിട്ടുണ്ടായിരുന്നു. ഇയാളുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ NIAയുടെ പക്കലാണ്. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ ദൃശ്യങ്ങൾ പകർത്തിയ മുഴുവൻ ആൾക്കാരുടെയും മൊബൈൽ NIA കസ്റ്റഡിയിലെടുത്ത് അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വ്യക്തമായ തെളിവുകൾ ആണ് NIAയ്ക്ക് ആവശ്യം. ഇതിനോടകം തന്നെ 15 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ വീണ്ടും വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. NIAയ്ക്ക് പുറമെ റോയും ഇൻ്റലിജൻസും ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടുതൽ പേരുടെ അറസ്റ്റ് വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓരോ ദിവസവും ഏതാണ്ട് 100ലധികം ആൾക്കാരെ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട്
ഉന്നയിച്ചുകൊണ്ട് NIA സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ഈ ചോദ്യം ചെയ്യലിൽ ചില നിർണായക വിവരങ്ങളും മറ്റും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് NIA വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, കാര്യമായ വിവരങ്ങളൊന്നും NIA പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഈ സെർച്ച് ഓപ്പറേഷൻ, നമുക്കറിയാം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. 7 ദിവസം പിന്നിടുന്നു. സെർച്ച് ഓപ്പറേഷൻ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ തീവ്രവാദികൾക്ക് തൊട്ടു പിന്നാലെ തന്നെ ഈ പ്രത്യേക ദൗത്യ സംഘമുണ്ട്. ഈ തീവ്രവാദികൾ ഈ പെഹൽഗാമിലെ ബൈസരൺ വാലിയിൽ ആക്രമണം നടത്തിയിട്ട് അവിടെ നിന്നും അനന്തനാഗിലേക്കും അതേപോലെ തന്നെ ത്രാൽ എന്ന മേഖലയിലേക്കും കടന്നതായിട്ടാണ് വിവരങ്ങൾ ലഭിച്ചത്. ത്രാലിൽ ഒരു വീട്ടിൽ ഭക്ഷണം ചോദിച്ചെത്തി. ത്രാലിൽ ഉണ്ടായിരുന്ന ചില ലോക്കൽസ് അവർ ഈ തീവ്രവാദികൾക്ക് ചില സംരക്ഷണം നൽകി എന്നുള്ളതാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ ത്രാലിൽ നിന്നും ഇവർ കടന്നത് ഈ ഗുൽഗാം എന്ന് പറയുന്ന മേഖലയിലാണ്. അവിടെ വെച്ച് കഴിഞ്ഞ ദിവസം ഈ പ്രത്യേക ദൗത്യ സംഘവുമായി ഇവർ ഏറ്റുമുട്ടുകയുണ്ടായി. ഇവരുടെ കയ്യിൽ അത്യാധുനിക ആയുധമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രത്യേക ദൗത്യ സംഘത്തെ നേരിടുവാൻ വേണ്ടി ഇവർ തയ്യാറായി. ഒടുവിൽ അവർ പൈൻ കാടുകൾക്ക് ഉള്ളിലേക്ക് മറയുകയായിരുന്നു. സെർച്ച് ഓപ്പറേഷൻ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അവർ പിടിയിലാകുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിലും അതിർത്തിയിൽ ലൈൻ ഓഫ് കൺട്രോളിൽ പാകിസ്ഥാൻ പ്രകോപനപരമായി വെടിയുതിർത്തു എന്നുള്ളതാണ്. കുപ്വാര, ബാരാമുള്ള ജില്ലകളിലാണ് നിയന്ത്രണ രേഖയിൽ വെടിയുതിർത്തത്. കൂടാതെ അഹ്നൂർ സെക്ടറിലും ഇന്നലെ വെടിയുതിർത്തിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ, അതായത് 22-ാം തീയതിക്ക് ശേഷം നിരന്തരമായി വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് നിരന്തരമായി ഈ BSFന് നേരെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് വെടിയുതിർക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ BSF ഇന്നലെ ശക്തമായ തന്നെ ഇന്നലെ ഈ പാകിസ്ഥാൻ റേഞ്ചേഴ്സിന് മറുപടി കൊടുത്തു എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. വീണ. ശരി നന്ദൻ. പെഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച നിലപാടിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായം. തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ പ്രസ്താവന അവമതിപ്പുണ്ടാക്കിയെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഹൈന്ദവ സംഘടനകളും രേഖപ്പെടുത്തിയിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കാർഗിൽ സംഭവിച്ചപ്പോൾ. എൻ്റെ ഓർമ്മയിൽ കാർഗിൽ സമയത്ത് ഞാൻ വായിച്ചത് എല്ലാവരും സർക്കാർ, വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്ന സർക്കാരായിരുന്നില്ല വാജ്പേയി സർക്കാർ, എല്ലാവരും അവരൊപ്പം നിന്നു. യുദ്ധം കഴിഞ്ഞ ശേഷമാണ് ചർച്ചയും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ഉണ്ടായത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇത് നടക്കട്ടെ, നമ്മൾ ഇവരെ വിട്ടുകൊടുക്കരുത്. ഈ ആക്ഷൻ എടുത്ത ശേഷം നമ്മൾ പിന്നെ വേറെ വിഷയങ്ങൾ ചിന്തിക്കാം. പക്ഷേ നമ്മൾ എന്തായാലും ഈ കാര്യത്തിൽ ഭാരതീയ പൗരന്മാരായിട്ടാണ് ചിന്തിക്കേണ്ടത് ആണ് എൻ്റെ അഭിപ്രായം. രാജ്യത്തിന് നേരെ അക്രമം നടക്കുമ്പോൾ രാജ്യത്തിനൊപ്പമാണ് നിൽക്കേണ്ടത്. ഈ സമയത്ത് രാഷ്ട്രീയം പറയുകയോ മതം പറയുകയോ അല്ല വേണ്ടതെന്നും പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ തള്ളി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ രംഗത്തെത്തി. ജമ്മു കാശ്മീരിലെ പൽഹാമിൽ ഹിന്ദുക്കളെ മതം ചോദിച്ച് മുസ്ലിം ഭീകരവാദികൾ കൊന്നതിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ന്യായീകരിച്ചിരുന്നു. സതീശന്റെ നിലപാടിനെ മുതിർന്ന നേതാവായ K മുരളീധരൻ നേരത്തെ വിമർശിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുമെന്നാണ് നേതാക്കളുടെ വിമർശനം. സതീശന്റെ നിലപാടിൽ ഹിന്ദു സംഘടനകൾ വലിയ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. അതേസമയം രാജ്യത്തിന് അനുകൂലമായ തരൂരിന്റെ നിലപാടിനെ BJP നേതാക്കൾ സ്വാഗതം ചെയ്തു. ജനം, തിരുവനന്തപുരം. ചൈന നൽകിയ PL-15 മിസൈലുകൾ അതിർത്തി മേഖലകളിൽ വിന്യസിച്ച പാകിസ്ഥാൻ. ഈ കഴിഞ്ഞ ദിവസമാണ് ചൈന PL-15 എയർ ടു എയർ മിസൈലുകൾ പാകിസ്ഥാന് നൽകിയത്. പാകിസ്ഥാൻ JF-17 ബ്ലോക്ക് 3 യുദ്ധവിമാനങ്ങളിലാണ് മിസൈൽ സജ്ജമാക്കിയിരിക്കുന്നത്. 200 കിലോമീറ്ററോളം റേഞ്ചുള്ള മിസൈലുകളാണ് PL-15. കഴിഞ്ഞ ദിവസം ചൈന പാകിസ്ഥാന് രഹസ്യ പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മിസൈലുകളും ലഭ്യമാക്കിയത്. ഐസൺ ജോസ് ചെയ്തതിൻ്റെ വിവരങ്ങളുമായി. ഐസൺ, അതായത് ഒരു വലിയ തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി പാകിസ്ഥാൻ കരുതിയിരിക്കുമ്പോൾ പക്ഷേ ചൈനയുടെ വക വലിയ കൈത്താങ്ങാണ്. അത് സാധാരണയായി വാക്കാലുള്ള പിന്തുണ മാത്രമല്ല, ആയുധങ്ങളായുമൊക്കെ എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് പാകിസ്ഥാൻ അത് ഏറ്റെടുക്കുകയും വിന്യസിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്? വീണ, തീർച്ചയായും ഏറെ ഗൗരവമേറിയൊരു വിഷയമാണ് ഇപ്പോൾ ഈ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലൊരു അസന്നിഗ്ധാവസ്ഥ അതിർത്തിയിൽ സൃഷ്ടിച്ചെടുത്തത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ തന്നെ തങ്ങളുടെ ഇത്തരത്തിലുള്ള ഭീകരരെ എല്ലാം തന്നെ ഭാരതത്തിലേക്ക് കടത്തിവിട്ട് ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നീക്കങ്ങൾ നടത്തുകയും അത്തരം പ്രകോപനപരമായ നീക്കങ്ങളിൽ 26 ഭാരത പൗരന്മാർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ 25 ഭാരത പൗരന്മാർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ അതീവ ഗൗരവതരമായ ഒരു നടപടി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന്
ഭീകര നടപടി ഉണ്ടായതിനു ശേഷം പാകിസ്ഥാനെ അനുകൂലിക്കുന്ന നിലപാട് ചൈന എടുക്കുന്നു എന്നതാണ് ഏറെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ടത്. ഇത് പല വിഷയങ്ങളിലുമുണ്ട്. UN സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗമാണ് ചൈന. അതുപോലെ തന്നെ ശക്തമായൊരു മിലിറ്ററി പിന്തുണയുള്ള രാജ്യമാണ്. അത്തരത്തിൽ നിരവധിയായ കാര്യങ്ങൾ ഈ ചൈനയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ചൈന ഇത്തരം ആയുധങ്ങൾ നൽകുന്ന നീക്കം നടത്തിയിരിക്കുന്നത്. PL-15 മിസൈലുകൾ 200 കിലോമീറ്റർ എയർ ടു എയർ റേഞ്ചുള്ള PL-15 മിസൈലുകളാണ് ചൈന പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ ആദ്യ ലോട്ടെല്ലാം തന്നെ അവിടെ എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ JAV-17 എന്ന് പറയുന്ന അമേരിക്കയിൽ നിന്ന് ലഭ്യമാക്കിയ സ്റ്റെൽത്ത് ബോംബറുകളിൽ ഈ മിസൈലുകൾ ഘടിപ്പിച്ച് പാകിസ്ഥാൻ തയ്യാറാക്കിയ ചിത്രങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തു. ഇത് ഒരു പ്രത്യാക്രമണത്തിനുള്ള അല്ലെങ്കിൽ ആക്രമണമുണ്ടായാൽ തീർച്ചയായും ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് കടുത്ത നയതന്ത്ര നടപടി ഉണ്ടായി അതിനുശേഷം സൈനിക നടപടി ഉറപ്പായും ഉണ്ടാകുമെന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം, കരയിൽ തന്നെ ചില പ്രകോപനങ്ങൾ, ചെറിയ ആയുധങ്ങൾ, ഇൻസാസ് പോലുള്ള സ്മോൾ ആംസ് റെസിസ്റ്റൻസ് എല്ലാം തന്നെ ഉണ്ടായി. അത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രകോപനങ്ങളും ഉണ്ടായി. അത് കരയിൽ നടക്കുന്നു. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വലിയൊരു തിരിച്ചടി ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഭീകരർ കടന്നു കയറുന്നത് ഒഴിവാക്കുന്നതിന് വ്യോമസേനയുടെ പ്രതിരോധം തന്നെയായിരിക്കും ഉണ്ടാവുക. അത്തരം ഒരു വ്യോമസേനയുടെ പ്രതിരോധം അനിവാര്യമായി ഉണ്ടാകേണ്ട ഒരു സാഹചര്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ചൈന ഇങ്ങനെ ആയുധങ്ങൾ നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ മിസൈലുകൾ നൽകിയിരിക്കുന്നത് എന്നത് അതീവ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നേരത്തെ ഇക്കഴിഞ്ഞ ദിവസം അതായത് UN സെക്യൂരിറ്റി കൗൺസിലിലെ റെസൊല്യൂഷൻ സംബന്ധിച്ച വലിയൊരു പ്രശ്നം നിലനിന്നിരുന്നു. UN സെക്യൂരിറ്റി കൗൺസിലിലെ റെസൊല്യൂഷനിൽ ഇന്ത്യയോടൊപ്പം നിൽക്കണം എല്ലാ അംഗരാജ്യങ്ങളും എന്ന ആ ഫ്രേസ് ഉപയോഗിക്കുന്നതിന് പകരം ബന്ധപ്പെട്ട അധികാരികളോടും ബന്ധപ്പെട്ട കക്ഷികളോടൊപ്പം നിൽക്കണം എല്ലാ രാജ്യങ്ങളും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. ഇത് ചൈനയുടെ ഇടപെടൽ വഴി, ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഇടപെടൽ വഴി UN സെക്യൂരിറ്റി കൗൺസിലിൽ ഉണ്ടായ ഒരു മാറ്റമാണ്. അതായത് നേരത്തെ പുൽവാമയിലുണ്ടായത് ഭാരത സർക്കാരിനൊപ്പം നിൽക്കണമെന്നാണെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇതിൻ്റെ ബന്ധപ്പെട്ട കഷ്ടമനുഭവിക്കുന്നവരോടൊപ്പം നിൽക്കണം എന്ന രീതിയിലുള്ള ഒരു അയഞ്ഞ നിലപാടിലേക്ക് ആ വാക്കുകൾ മാറ്റുന്നതിനെ ചൈനയുടെ പിന്തുണയോടെ പാകിസ്ഥാന് സാധിച്ചു. അതേ സാധ്യത തന്നെയാണ് ഇപ്പോൾ ചൈന മുതലെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാകിസ്ഥാൻ മുതലെടുക്കുകയും ചെയ്യുന്നത്. അതായത് ഭാരതത്തിനെതിരെ കൃത്യമായൊരു നീക്കങ്ങൾ നടത്താനുള്ള ഒരു സാധ്യത തുറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UN സെക്യൂരിറ്റി കൗൺസിൽ അത്തരമൊരു നീക്കം നടത്തിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ളൊരു ഭീഷണി അല്ലെങ്കിൽ 200 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈൽ പാകിസ്ഥാന് ലഭിച്ചതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല എങ്കിൽ കൂടി അത് നൽകുന്നൊരു സന്ദേശമുണ്ട്. ചൈന നൽകുന്നൊരു സന്ദേശമുണ്ട്. തങ്ങൾ പാകിസ്ഥാനൊപ്പമാണ്, ഭാരതത്തിനെതിരാണ് എന്ന ഒരു സന്ദേശം ലോകത്തിന് നൽകുന്നു. അതുകൊണ്ട് ചൈന ഉദ്ദേശിക്കുന്ന പല ലക്ഷ്യങ്ങളുമുണ്ട്. ആ ലക്ഷ്യങ്ങളുടെ എല്ലാം തന്നെ ഒരു പൂർത്തീകരണം കൂടിയാണ്. യഥാർത്ഥത്തിൽ കുറച്ച് മിസൈലുകൾ PL-15 മിസൈലുകൾ ചൈന പാകിസ്ഥാന് നൽകിയെന്നതിനപ്പുറം ചില നയതന്ത്ര അന്താരാഷ്ട്ര മാനങ്ങളും അതിനുണ്ട്. എന്തുതന്നെയായാലും ഭീകരതയെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യത്തിന് ആയുധങ്ങൾ കൂടി നൽകി അവരെ പ്രബലരാക്കുന്ന ഒരു നീക്കം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ശക്തമായ പ്രതിഷേധം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. വീണ. ഓക്കെ ഐസൺ, മറ്റൊരു വിഷയം കൂടി. കാനഡയിൽ പൊതുതെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണല്ലോ. ഇന്ത്യൻ സമയം 10 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ലഭ്യമായി തുടങ്ങുമെന്നാണ് അറിയുന്നത്. 343 പാർലമെന്റ് സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് അത് 10 വർഷമായി അധികാരത്തിൽ തുടരുന്ന ലിബറൽ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും തമ്മിലായിരുന്നല്ലോ. കാനഡയെ അമേരിക്കയുടെ 51ാമത് സ്റ്റേറ്റ് ആക്കാൻ പിന്തുണയ്ക്കുന്നവരെ തിരഞ്ഞെടുക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഐസൺ, വിലയിരുത്തുക. തീർച്ചയായും വീണ, കാനഡയെ 51ാമത് സ്റ്റേറ്റ് ആക്കുക എന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആശയം ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും അത് അപ്പോൾ തന്നെ പ്രതികരിക്കപ്പെടുകയും ഒക്കെ ചെയ്തൊരു വിഷയമാണ്. അത് തിരഞ്ഞെടുക്കപ്പെട്ട സമയങ്ങളിലും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് മുൻപും തന്നെ പലപ്പോഴും ട്രംപ് ഉന്നയിച്ചൊരു വിഷയമാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് പ്രാധാന്യത്തോടെ പരിഗണിക്കപ്പെടുന്നത് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്ന് ഇന്ന് 10 മണിയോടുകൂടി ആദ്യഘട്ട റിസൾട്ടുകൾ വരുന്നു. അതിനെ തുടർച്ചയായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് മണിക്കൂറുകൾക്ക് മുമ്പ്, അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ ട്രംപിൻ്റെ ഇത്തരമൊരു ആഹ്വാനമുണ്ടായത്. മാത്രമല്ല അത്തരം ഒരു ആഹ്വാനം അദ്ദേഹം കൃത്യമായി സമൂഹമാധ്യമ കുറിപ്പുകളിൽ എഴുതുകയും ചെയ്തു. സമൂഹമാധ്യമ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് കാനഡയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വലിയ കാറുകളും അതുപോലെ തന്നെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ ഈ അടുത്ത സമയങ്ങളിൽ ചില ചർച്ചകളെല്ലാം തന്നെ നടന്നിരുന്നു. 10% താരിഫാക്കി കുറയ്ക്കുന്ന ഏർപ്പാടുകളെല്ലാം തന്നെ അന്ന് കാനഡയുമായി നടന്നിരുന്നു. അത്തരത്തിൽ വലിയ തോതിൽ ഇറക്കുമതി കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് നടക്കുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ 25% അത്തരത്തിലുള്ള നികുതി ചുമത്തുന്ന അല്ലെങ്കിൽ അധിക താരിഫ് ചുമത്തുന്ന നീക്കങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ 51ാമത് സ്റ്റേറ്റ്
അഡ്മിറ്റ് ആയാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നൊരു നിലപാട് അറിയിച്ചത്. നികുതിയില്ലാത്ത പ്രതിരോധ ചെലവ് വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്ന സന്തോഷകരമായ ഒരു ജീവിതം അവിടുത്തെ ജനങ്ങൾക്ക് സാധ്യമാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാമെന്ന ഒരു നിർദ്ദേശം 51ാമത് സ്റ്റേറ്റ് ആകുമ്പോൾ സാധ്യമാക്കും എന്നാണ് പറഞ്ഞത്. അതിന് വേണ്ടി വോട്ട് ചെയ്യണമെന്നൊരു ആഹ്വാനമാണ് നൽകിയത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും 28-ന് നടന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം, അതായത് ഇന്ന് ഏകദേശം 10 മണിയോടുകൂടി വരാനിരിക്കുന്നു. 343 പാർലമെൻറ്റ് സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ ലിബറൽ പാർട്ടിയും അതുപോലെ തന്നെ കൺസർവേറ്റീവ് പാർട്ടിയും ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയും, അതായത് 3 പ്രധാന പാർട്ടികൾ, ലിബറൽ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടി തന്നെയാണ് ശക്തമായ സാന്നിധ്യമായുള്ളത്. തൊട്ട് താഴെ തന്നെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയും മറ്റ് 2 പാർട്ടികളുമുണ്ട്. ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നത് ഖാലിസ്ഥാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഖാലിസ്ഥാൻ വിഭാഗങ്ങളുടെ പാർട്ടി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ജഗ്മീത് സിംഗ് നേതൃത്വം നൽകുന്ന ആ പാർട്ടി വളരെ കൃത്യമായ ചില നിലപാടുകൾ, പല കാര്യങ്ങളിലും ഒരു ഭീകരവാദ നിലപാടുകളെല്ലാം തന്നെ സ്വീകരിക്കുന്ന വലിയ വിവാദമാവുകയും അവസാനം ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് നൽകിയിരുന്ന പിന്തുണ, ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ പാർട്ടിക്ക് നേരത്തെ നൽകിയിരുന്ന ഡെമോക്രാറ്റിക് പാർട്ടി, ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നൽകിയിരുന്ന പിന്തുണ പിൻവലിക്കുകയും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളെല്ലാമാണ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് രാജിവെക്കേണ്ടി വരികയും അതുപോലെ തന്നെ പുതിയ മാക്കാർണിക്ക് അധികാരമേറ്റ് അപ്പോൾ 6 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കെല്ലാം തന്നെ പോയത്. കാനഡയിലെ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. കാനഡ പിന്തുണ നൽകുന്ന, ഖാലിസ്ഥാൻ വിഭാഗത്തിന് പിന്തുണ നൽകുന്നതിലെ ചില നയതന്ത്ര വിഷയങ്ങൾ ഭാരതം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാനഡയുമായുള്ള ട്രേഡ് റിലേഷനുമായി ബന്ധപ്പെട്ട്, അതായത് ഈ താരിഫ് ചുമത്തുന്നതും അത്തരത്തിലുള്ള തർക്കങ്ങളും സംബന്ധിച്ച മറ്റൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാനഡയെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കാൻ വോട്ട് ചെയ്യുക എന്ന് ട്രംപ് പറയുന്ന ഒരു ആഹ്വാനം അതിന് പിന്നിൽ നിഴലായി നിലനിൽക്കുന്നു. അത്തരത്തിൽ വിവിധങ്ങളായ ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് 10 വർഷമായി തുടരുന്ന ലിബറൽ പാർട്ടിയുടെ ഭരണത്തിൽ നിന്നും കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണത്തിലേക്ക് മാറാനുള്ള സാധ്യതയാണുള്ളതെന്ന് ചില തെരഞ്ഞെടുപ്പ് സർവേകളൊക്കെ സൂചന നൽകിയിരുന്നുവെങ്കിൽ കൂടി ആദ്യ റിസൾട്ട്, പക്ഷേ അത് പൂർണ്ണമായും തീരുമാനിക്കുക വയ്യ. ചില ട്രെൻഡുകളെല്ലാം തന്നെ ചില സമയങ്ങളിൽ ചിലയിടങ്ങളിൽ വോട്ടെണ്ണൽ, പല വിവിധ ടൈം സോണുകളുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വോട്ടെണ്ണൽ പോലുള്ള സംവിധാനങ്ങളിലേക്ക്, നീക്കങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ ചുരുക്കം ചില പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലിബറൽ പാർട്ടിക്ക് മുൻതൂക്കമുണ്ടായിരുന്നുവെന്ന് മണിക്കൂറുകൾക്ക് മുമ്പൊക്കെ ചില നിരീക്ഷണങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഇനിയും സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. ഇത് തന്നെയായാലും 10 മണിയോടുകൂടി കാനഡ ഏത് ദിശയിലേക്ക്, അതായത് ലിബറൽ പാർട്ടിയിലേക്കാണോ കൺസർവേറ്റീവ് പാർട്ടിയിലേക്കാണോ തിരിയുക എന്ന് വളരെ കൃത്യമായി അറിയാൻ സാധിക്കും. ഒരുപക്ഷേ ഒരു ഹങ് പാർലമെൻറ്റിൻ്റെ സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി, ജഗ്മീത് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഖാലിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഒരു സാധ്യത അവിടെ തുറക്കുകയും ചെയ്യും. അത് പഴയ രീതിയിലേക്ക് തന്നെ പോകാനുള്ളൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ഈ അനിശ്ചിതാവസ്ഥ അല്ലെങ്കിൽ ഒരു ആകാംക്ഷയുള്ള നിമിഷങ്ങൾ മണിക്കൂറുകൾക്കകം അവസാനിക്കുമെന്ന് തന്നെയാണ് കനേഡിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാനാകുന്നത്. ഓക്കെ, ശരിയായി സർ. ജലാശയങ്ങളിൽ അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ ഇനി അഗ്നിരക്ഷാ സേനയിലെ സ്ത്രീകളും. തിരഞ്ഞെടുക്കപ്പെട്ട 17 സ്ത്രീകളിൽ വയനാട്ടിൽ നിന്നുള്ള 2 പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഗാനറ്റ്സ് എന്ന കടൽപക്ഷിയുടെ പേരാണ് സംഘത്തിന് നൽകിയത്. എൻ്റെ കേരളം പ്രദർശനമേളയിൽ പ്രത്യേക സ്റ്റാൾ ഇവർക്കായി ഒരുക്കിയിരുന്നു. ഓരോ ജീവനുകളും കൈപ്പിടികളിൽ ഒതുക്കി വലിയ ആഴങ്ങളിൽ ഗാനറ്റ്സ് പക്ഷി പറന്നിറങ്ങുന്നത് പോലെ ഇവർ പറന്നിറങ്ങും. ജീവനുകൾ കയ്യിലൊതുക്കി മാറോട് ചേർത്ത്. അതിനായി അഗ്നിരക്ഷാ വകുപ്പിൽ നിന്നും തെരഞ്ഞെടുത്ത 17 പേർക്കാണ് പ്രത്യേക പരിശീലനം നൽകിയിരിക്കുന്നത്. ഈ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ സന്തോഷത്തിലും ആത്മവിശ്വാസത്തിലുമാണ് വയനാട് ബത്തേരി സ്വദേശി സിമിൽ ജോസും മീനങ്ങാടി സ്വദേശി ശ്രീഷ്മയും. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് സ്ത്രീകൾ അഗ്നിരക്ഷാ സേനയിൽ ജലാശയ രക്ഷാ പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങുന്നത്. പരിശീലനം വലിയ ആത്മവിശ്വാസമാണ് തരുന്നതെന്നും സന്തോഷമുണ്ടെന്നും ഇരുവരും പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് ടീമിലെ അംഗമാണ് ഞങ്ങള്. ഇത് ഗാനറ്റ്സ് എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾക്ക് ഫയർഫോഴ്സിന്റെ കീഴിൽ IITWR ഫോർട്ട് വെച്ചിട്ടാണ് ഇതിന്റെ പരിശീലനം കിട്ടിയത്. 25 മുതൽ 30 മീറ്റർ വരെ ആഴത്തിൽ ഡൈവ് ചെയ്ത് ബോഡി റിക്കവർ ചെയ്യാനും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പരിശീലനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും വയനാട് സ്വദേശികളാണ്. ഇവിടെ കൽപ്പറ്റ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ സ്കൂബ ഡൈവിംഗ് ടീം ഞങ്ങൾ 24/7 നമ്മളിവിടെ അവൈലബിൾ ആണ്. വയനാട് ജില്ലയിൽ എവിടെ അപകടം നടന്നാലും നമുക്ക് അവിടെ ചെന്ന് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകള് വളരെ കുറഞ്ഞൊരു മേഖലയാണ് സ്കൂബ ഡൈവിംഗ്. അപ്പൊ ഇതിലേക്ക് ഞങ്ങളുടെ ഒരു മോട്ടിവേഷൻ ആയിട്ട് പുതിയ ആളുകൾ ഇതിലേക്ക് ഇറങ്ങി തിരിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വെള്ളത്തിനടിയിൽ 25 മുതൽ 30 മീറ്റർ ആഴത്തിൽ മുങ്ങാൻ ഇവർക്ക് കഴിയും. സ്വിമ്മിംഗ് പൂളിലും ക്വാറികളിലും പുഴയിലും പ്രാഥമിക പരിശീലനം നേടിയ ടീം 10 ദിവസത്തെ വിദഗ്ധ പരിശീലനവും നേടിയിട്ടുണ്ട്. പരിശീലനം കഴിഞ്ഞതോടെ എല്ലാ ജില്ലകളിലും ഇവരുടെ സേവനങ്ങൾ ലഭ്യമാകും. ജനം, വയനാട്. റാപ്പർ വേടനെ ഇന്ന് പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. വനംവകുപ്പെടുത്ത കേസിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. റാപ്പർ വേടന്റെ മാലയിലെ പുലിപ്പല്ല് കേസിൽ
വനംവകുപ്പ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, ഈ റാപ്പർ വേടന്റെ കാര്യത്തിൽ ഇന്നെങ്ങനെയാണ് നടപടിക്രമങ്ങൾ? വീണ, റാപ്പർ വേടനെ നിലവിൽ കോടനാട്ടെ റേഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് വനംവകുപ്പ് കോടനാട്ടെ റേഞ്ച് ഓഫീസിലേക്ക് റാപ്പർ വേടനെ കൊണ്ടുപോയത്. ആദ്യം കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചിരുന്നു. തുടർന്നാണ് വനംവകുപ്പിന് പോലീസ് വേടനെ കൈമാറിയത്. പ്രധാനമായിട്ട് ഈ പുലിപ്പല്ല് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് വനംവകുപ്പിന്റെ കേസിന് ആധാരം. അതായത് ഈ പുലിപ്പല്ല് തമിഴ്നാട്ടിലെ ഒരു ആരാധകൻ നൽകിയതാണെന്നാണ് വേടൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ള മൊഴി. ഈ ആരാധകന് പുലിപ്പല്ല് എവിടെ നിന്നും ലഭിച്ചു, മൃഗവേട്ടയടക്കം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ, അതായത് ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടെയായിരുന്നു ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൂടി കടന്നു വരികയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഫ്ളാറ്റിലേക്ക് എത്തി പരിശോധിക്കുകയും ചെയ്തത്. ആ സമയത്ത് വേടൻ നൽകിയ ആദ്യത്തെ മൊഴി എന്ന് പറയുന്നത് തായ്ലൻഡിൽ നിന്നും വാങ്ങിയതാണ് പുലിപ്പല്ല് എന്നുള്ളതായിരുന്നു. പക്ഷെ അത് പിന്നീട് മാറ്റി പറയുകയും ആരാധകൻ നൽകിയതാണ് എന്നുള്ള മൊഴിയിലേക്ക് എത്തുകയുമായിരുന്നു. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഏകദേശം ഉച്ചയോടുകൂടി തന്നെ പെരുമ്പാവൂർ കോടതിയിൽ റാപ്പർ വേടനെ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അല്പസമയം മുൻപാണ് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടത്. 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം തന്നെയാണ് റാപ്പർ വേടനെതിരെ ചുമത്തിയിട്ടുള്ളത്. ശിക്ഷാ നടപടികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോടതിയിലാണ് അതിന്റെ പ്രൊസീജിയർ ഉള്ളത്. ഈ കുറ്റങ്ങളൊക്കെ തന്നെ തെളിയിക്കപ്പെടേണ്ടതും കോടതിയിൽ തന്നെയാണ്. എന്തായാലും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരു AGയുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതുമായി ബന്ധപ്പെട്ടുള്ള യോഗം ഇന്ന് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നടക്കുന്നുണ്ട്. വനത്തിന്റെ കേന്ദ്ര വന നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചില വ്യക്തതകൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് യോഗം കൂടുന്നത്. അതുമായി ബന്ധപ്പെട്ട് വന്ന സമയത്താണ് വേടൻ കേസിൽ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത്. എന്തായാലും റാപ്പർ വേടനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്തതിന് ശേഷം ഈ പുലിപ്പല്ല് കേന്ദ്രീകരിച്ചുള്ള, അതായത് അത് എവിടെ നിന്ന് ലഭിച്ചു, അതിന്റെ പിന്നിൽ എന്താണ്, ആരാധകൻ തന്നതാണ് എങ്കിൽ ആരാധകൻ എവിടെ നിന്നാണ് പുലിപ്പല്ല് ലഭിച്ചത്, ഒപ്പം തന്നെ അത് മൃഗവേട്ടയടക്കം നടന്നിട്ടുണ്ടോ, ഇക്കാര്യങ്ങളിലുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു പരിശോധന, അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ കൂടി ഈ ഒരു കേസിൽ നിർണായകമാകും. കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ FIRൽ പറയുന്നത് ഈ ഫ്ളാറ്റിലേക്ക് ഡാൻസ് ഓഫ് സംഘം കടന്നെത്തുന്ന സമയം വലിയ രീതിയിലുള്ള പുകയും രൂക്ഷഗന്ധവും ഉണ്ടായിരുന്നു. ഈ 9 പേരും, വേടൻ ഉൾപ്പെടെയുള്ള 9 അംഗ സംഘം കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഞ്ചാവ് പൊടിക്കാനായിട്ടുള്ള ക്രഷറും അതിന്റെ അളവുതൂക്ക ഉപകരണങ്ങളും പിന്നീട് പേപ്പറുകളും ആ മേശപ്പുറത്ത് നിന്നും ലഭിച്ചിരുന്നു. ആ മേശപ്പുറത്ത് നിന്നാണ് 6 ഗ്രാം കഞ്ചാവും കണ്ടെത്തിയിട്ടുള്ളത്. അതുമാത്രവുമല്ല, നേരത്തെ ഈ വേടന് കഞ്ചാവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കഞ്ചാവ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം, രഹസ്യ വിവരം തങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിലും ആയിരുന്നു. ഇന്നലെയാണ് ഈ രഹസ്യ വിവരം കൂടുതൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫ്ളാറ്റിലേക്ക് എത്തി പരിശോധന നടത്തിയതും. എന്തായാലും സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പ് മാത്രമായിരുന്നു കഞ്ചാവ് കേസിൽ ഉണ്ടായിരുന്നു. അതായത് ലഹരി ഉപയോഗം, അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കൽ, ഇതടക്കമുള്ള വകുപ്പുകൾ മാത്രമേ അതിൽ ചുമത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. അതിനിടയിലാണ് ഈ ലോക്കറ്റിലെ പുലിപ്പല്ല് അത് ഒറിജിനൽ ആണെന്നുള്ളൊരു സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതും പിന്നീട് കേസ് വഴിമാറിക്കൊണ്ട് അത് വനംവകുപ്പ് എടുക്കുന്ന കേസിലേക്ക് എത്തിയതും. എന്തായാലും അത് 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. റിമാൻഡിൽ പോകാനും സാധിക്കും. അതുകൊണ്ട് തന്നെ പെരുമ്പാവൂർ കോടതിയിൽ ഉച്ചയോടെ ഹാജരാക്കിക്കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായിട്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രമം. ശരി രേഷ്മ. അതേസമയം ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ലഹരി ഉപയോഗം തുറന്നു പറഞ്ഞ ശ്രീനാഥ് ഭാസി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ശ്രീനാഥ് ഭാസി മൊഴി നൽകി. ലഹരിയിൽ നിന്ന് മുക്തി നേടാനുള്ള ശ്രമത്തിലാണെന്നും ലഹരിയിൽ നിന്ന് മുക്തി നേടാൻ എക്സൈസിന്റെ സഹായം വേണമെന്നും ശ്രീനാഥ് ഭാസി മൊഴിയിൽ പറയുന്നു. അതേസമയം ബിഗ് ബോസ് താരം ജിൻഡോയും സംവിധാന സഹായി ജോഷിയും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും. ാമത് പോപ്പിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് മെയ് 7 ആരംഭിക്കും. വത്തിക്കാനിൽ ചേർന്ന കർദിനാൾമാരുടെ യോഗത്തിലാണ് തീരുമാനം. സിസ്റ്റൈൽ ചാപ്പലിലാണ് കോൺക്ലേവ് നടക്കുക. 135 കർദിനാൾമാർക്കാണ് വോട്ടവകാശമുള്ളത്. ഇതിൽ 4 പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. 2013 ഇതിനു മുൻപ് കോൺക്ലേവ് നടന്നിട്ടുള്ളത്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, എങ്ങനെയാണ് ഇനി നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്?
വീണ, സാധാരണഗതിയിൽ പോപ്പിൻ്റെ മരണശേഷം, അതായത് 21-നാണ് പോപ്പിൻ്റെ മരണം സംഭവിക്കുന്നത്. മരണശേഷം 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ 4-5 ദിവസത്തിനുള്ളിൽ മരണപ്പെട്ട പോപ്പിൻ്റെ സംസ്കാര കർമ്മങ്ങൾ നടത്തണം എന്ന രീതിയിലുള്ള ഒരു ചട്ടമാണ് നിലനിൽക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് 6-ാം തീയതിയോ 7-ാം തീയതിയോ ആയി ഈ കോൺക്ലേവ് ആരംഭിക്കുമെന്ന സൂചന നേരത്തെ വരികയും ഇപ്പോൾ 7-ാം തീയതി എന്ന സ്ഥിരീകരിക്കുന്ന ഒരു റിപ്പോർട്ട് വത്തിക്കാനിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. ഈ 7-ാം തീയതി ആരംഭിക്കുന്ന കോൺക്ലേവിൻ്റെ ഭാഗമായി നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ സിസ്റ്റൈൻ ചാപ്പലിലായിരിക്കും കോൺക്ലേവ് നടക്കുക. ആ കോൺക്ലേവ് നടക്കുന്നതിൻ്റെ ഭാഗമായി സിസ്റ്റൈൻ ചാപ്പലിലേക്കുള്ള പ്രവേശനം നിരോധിച്ചുകൊണ്ട് മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി 135 കർദിനാൾമാർക്കാണ് വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളത്. ആ കോൺക്ലേവിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുക എന്നത് ആ കർദിനാൾമാരുടെ ഒരു 80 വയസ്സിന് താഴെയുള്ള കർദിനാൾമാരുടെ ഒരു പ്രിവിലേജാണ്. അതുകൊണ്ട് തന്നെ അവർ 135 പേർ ചേർന്ന് അടുത്ത പോപ്പിനെ, അതായത് 267-ാമത് പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ആ നടപടിക്രമങ്ങൾ 7-ാം തീയതി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ വത്തിക്കാൻ സിറ്റിയിൽ നിന്നും അറിയിക്കുന്നത്. അത് അതിൻ്റെ കർമ്മങ്ങൾ, അതായത് നടപടികളാണ് പുരോഗമിക്കുക. ഓരോ ദിവസവും ഓരോ കോൺഫറൻസ് നടക്കുകയും കോൺക്ലേവിൻ്റെ ഓരോ കോൺഫറൻസുകൾ നടക്കുകയും അതിൽ തിരഞ്ഞെടുക്കപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ 2/3 ഭൂരിപക്ഷത്തോടെ പോപ്പിനെ തിരഞ്ഞെടുക്കണം. അതായത് 135-ൽ 2/3 ഭൂരിപക്ഷത്തോടെ വേണം പോപ്പ് തിരഞ്ഞെടുക്കപ്പെടാൻ എന്നതുകൊണ്ട് തന്നെ 2/3 ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ അന്ന് നടന്ന ചർച്ചകളും വോട്ടെടുപ്പ് സംബന്ധിച്ച ബാലറ്റുകളും എല്ലാം തന്നെ അവിടെയുള്ളൊരു സംവിധാനത്തിൽ, ഒരു നെരിപ്പോട് പോലുള്ളൊരു സംവിധാനത്തിൽ കത്തിച്ച് കളയുകയാണ് ചെയ്യുക. അത് കത്തിച്ച് കളയുമ്പോൾ മറ്റ് ചില രാസവസ്തുക്കൾ ചേർത്ത് കത്തിക്കുമ്പോൾ കറുത്ത പുക ഉയരുകയും ചെയ്യും. അത്തരത്തിൽ കറുത്ത പുക ഉയരുമ്പോൾ അതിൽ തീരുമാനമായിട്ടില്ല. തീരുമാനമാകുന്ന വേളയിൽ ഈ രാസവസ്തുക്കൾ ചേർക്കാതെ അവ കത്തിക്കുകയും ചെയ്യുന്നതോടെ ഈ വെളുത്ത പുക പുറത്തു വരികയും ചെയ്യും. അത്തരത്തിൽ വെളുത്ത പുക പുറത്തു വരുന്നതാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുത്തു എന്നത് താഴെ, അതായത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും എല്ലാം തന്നെ പരിസരങ്ങളിലുമെല്ലാം തന്നെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ജനങ്ങളോട് അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വെളുത്ത പുകയായി ആ ഒരു സിഗ്നൽ പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുമ്പോഴാണ് പോപ്പിനെ പോപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നറിയാൻ സാധിക്കുക. ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന രേഖകളും ചർച്ചകളും ആ വിഷയങ്ങളും എല്ലാം തന്നെ അന്ന് തന്നെ ഇല്ലാതാക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ ഈ പോപ്പിനെ തിരഞ്ഞെടുക്കുമ്പോൾ നടന്ന ചർച്ചകൾ അതൊന്നും സാധാരണഗതിയിൽ ഒരു റെക്കോർഡുകളായി ലഭ്യമാകാനുള്ള സാധ്യതയില്ല എന്നൊരു പ്രത്യേകതയും അതിനുണ്ട്. 267-ാമത് പോപ്പിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ പോപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് 2013-ലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവസാനമായി ഇത്തരം നടപടിക്രമങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. 7-ാം തീയതി വീണ്ടും ആ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. ഒരു പക്ഷേ 2-3 ദിവസത്തിനുള്ളിൽ, അതായത് 20 ദിവസത്തിനുള്ളിൽ അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു നീക്കം പൂർണ്ണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ 2-3 ദിവസം, മാക്സിമം 3 ദിവസത്തിനുള്ളിൽ നമുക്ക് പുതിയ പോപ്പിനെ തിരിച്ചറിയാൻ സാധിക്കും. അതായത് 10-ാം തീയതിക്കുള്ളിൽ എന്തായാലും പുതിയ പോപ്പിനെ പ്രതീക്ഷിക്കാം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചന. മാറ്റങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് തീർത്ത് പറയാനോട്ട് സാധിക്കുകയുമില്ല. ഇത് തന്നെയായാലും 7-ാം തീയതി പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള കോൺക്ലേവ് സിസ്റ്റൈൻ ചാപ്പലിൽ ആരംഭിക്കുമെന്ന് ഔദ്യോഗികമായ അറിയിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷനിൽ നിന്നുള്ള അജൈവ മാലിന്യ നീക്കത്തിൽ വ്യവസ്ഥകൾ അട്ടിമറിച്ചതായി ഓഡിറ്റ് റിപ്പോർട്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അജൈവ മാലിന്യം നീക്കുമ്പോൾ GPS ട്രാക്കിംഗ് വേണമെന്ന നിർദ്ദേശം പാലിച്ചില്ല. മൂല്യമുള്ള പ്ലാസ്റ്റിക്കിന് ക്ലീൻ കേരള കമ്പനി നൽകുന്നതിലും ഉയർന്ന മൂല്യം ലഭ്യമാക്കണമെന്ന് വ്യവസ്ഥ ചെയ്യാൻ നിർദ്ദേശിച്ചെങ്കിലും പാലിച്ചില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ട്. മാലിന്യം കയറ്റിയ വാഹനത്തിന് തൂക്കം രേഖപ്പെടുത്തിയാലും കൃത്രിമം കാട്ടിയതായും ഓഡിറ്റിൽ കണ്ടെത്തി. രേഷ്മ ബാബു വിവരങ്ങൾ നൽകും. രേഷ്മ, വിവരങ്ങൾ എന്താണ്? വീണ, LDF ഭരിക്കുന്ന കൊച്ചി കോർപ്പറേഷനിൽ അജൈവ മാലിന്യം നീക്കം ചെയ്യുന്നതിലാണ് വ്യാപകമായിട്ടുള്ള ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത്. ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. സാധാരണ രീതിയിൽ അജൈവ മാലിന്യം നീക്കുന്ന സമയത്ത് ആ വാഹനങ്ങളുടെ GPS ട്രാക്കിംഗ് ഉറപ്പാക്കണമെന്നുള്ളതാണ് നിർദ്ദേശം അല്ലെങ്കിൽ വ്യവസ്ഥ. ആ വ്യവസ്ഥ കൊച്ചി കോർപ്പറേഷനിൽ പാലിച്ചിരുന്നില്ല. 2023-ൽ ഇത് സംബന്ധിച്ച് കോർപ്പറേഷൻ വിശദീകരണം നൽകിയത് GPS ട്രാക്കിംഗ് അത് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് തന്നെ അതിനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ ക്ലീൻ കേരള കമ്പനി ഈ GPS ട്രാക്കിംഗ് നടപ്പിലാക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, രേഖകൾ കൈമാറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് പിന്നീട് ഈ GPS ട്രാക്കിംഗ് നടപ്പിലാക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് ചോദ്യമായിട്ട് ഉയരുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള അട്ടിമറിയും അഴിമതിയും ഉണ്ട് എന്നുള്ളതാണ് ഉയരുന്ന മറ്റൊരു ആക്ഷേപം. സാധാരണ രീതിയിൽ 3 സംസ്ഥാനങ്ങളിലെ ചൂളയിലേക്കാണ് ഈ അജൈവ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടത്തിവിടുന്നത്. അത് ആ GPS ട്രാക്കിംഗ് വഴി ആ വാഹനങ്ങൾ അവിടെ എത്തി എന്ന് ഉറപ്പാക്കണം. അതുകൂടാതെ തന്നെ ഈ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് ഈ മാലിന്യം കൈമാറിയതായിട്ടുള്ള രേഖ വേണം. അതുമാത്രവുമല്ല,
ഈ മാലിന്യം അവിടെ സംസ്കരിച്ചു എന്ന് ഉറപ്പാക്കുന്ന മറ്റൊരു രേഖ കൂടി കൈവശം വെക്കേണ്ടതുണ്ട്. ആ രേഖകളൊക്കെ തന്നെ കൊച്ചി കോർപ്പറേഷൻ ഫയലിൽ സൂക്ഷിക്കേണ്ടതാണ്. അതാണ് അതിന്റെ നിയമാനുസൃതമായിട്ടുള്ള രീതി. പക്ഷേ 2023 ശേഷം ഈ കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ ഒന്നും തന്നെ പാലിച്ചിരുന്നില്ല. അത് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുകയും അത് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്ത സമയത്താണ് അത് ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് അല്ലെങ്കിൽ ശ്രമകരമായിട്ടുള്ള രീതിയാണ് GPS ട്രാക്കിംഗ് എന്നുള്ള ഒരു വിലയിരുത്തൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ക്ലീൻ കേരള കമ്പനി നൽകിയിരുന്ന ഈ കുറഞ്ഞ മൂല്യമുള്ള അല്ലെങ്കിൽ റിജക്റ്റഡ് പ്ലാസ്റ്റിക്കിന് കുറഞ്ഞ മൂല്യവും ഉയർന്ന മൂല്യം മറ്റ് പ്ലാസ്റ്റിക്കിന്, അതായത് ഉപയോഗപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ പുനരുപയോഗിക്കാൻ സാധിക്കുന്ന പ്ലാസ്റ്റിക്കിന് നൽകണം എന്നുള്ളതായിരുന്നു ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യവസ്ഥ ചെയ്തിരുന്നത്. അതും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വിവരം. ഇതിലും അട്ടിമറി ഉണ്ട് എന്നുള്ളതാണ് സംശയിക്കുന്നത്. മറ്റൊന്ന്, നേരത്തെ ഈ തമിഴ്നാട്ടിൽ കൊച്ചിയിൽ നിന്ന് കൊണ്ടുപോയ കൊച്ചി കോർപ്പറേഷൻ കൊണ്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയ മാലിന്യം തമിഴ്നാട്ടിൽ പിടികൂടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 പേർ ഇപ്പോഴും ജയിലിലാണ്. അതിൽ കൂടുതൽ അത് വലിയ രീതിയിലുള്ള മാനഹാനി കൊച്ചി കോർപ്പറേഷന് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി ഓഡിറ്റിന്റെ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വ്യാപകമായിട്ടുള്ള ക്രമക്കേട് ഈ അജൈവ മാലിന്യ നീക്കത്തിൽ കൊച്ചി കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുണ്ട്. ഈ GPS ട്രാക്കിങ്ങും അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണം ഉറപ്പാക്കുന്നതിലും വലിയ വീഴ്ചയാണ് കോർപ്പറേഷന് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടും കൃത്യമായിട്ടുള്ള ഒരു രേഖകൾ സമർപ്പിക്കുവാനായിട്ടോ മറുപടി നൽകുവാനായിട്ടോ കോർപ്പറേഷൻ അധികാരികൾക്ക് ഇതുവരെ സാധിച്ചിട്ടുമില്ല. സാധാരണ രീതിയിൽ ഈ ചൂളയിലേക്ക് അയക്കുന്ന പ്ലാസ്റ്റിക് അതിന്റെ സംസ്കരണം ഉറപ്പാക്കേണ്ടത് കോർപ്പറേഷന്റെ ചുമതലയാണ്. ആ രേഖകൾ കൈവശം വെക്കേണ്ടതുണ്ട്. ആ രേഖകൾ പോലും കൈവശം വെക്കാനായിട്ട് കോർപ്പറേഷൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വീണ. ഓക്കെ, ശരി രേഷ്മ. ഷോർട്ട് മൂവി സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ്സിൻ്റെ കേരളത്തിലെ ആദ്യ സ്ക്രീനിംഗ് തിരുവനന്തപുരം നില തിയേറ്ററിൽ നടന്നു. ഇടത്തൊടി ഫിലിംസിൻ്റെ ബാനറിൽ ലിനി സ്റ്റാൻലിയാണ് സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. തീർത്തും വൈകാരിക മുഹൂർത്തങ്ങളാൽ സമ്പന്നമായ സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് എന്ന സിനിമ ഗർഭഛിദ്രത്തിന്റെ പരിണിത ഫലങ്ങളും അതിന്മേലുള്ള ബോധവൽക്കരണവുമാണ് ലക്ഷ്യമിടുന്നത്. AI 3D അനിമേഷൻ ടെക്നോളജി സംയോജിപ്പിച്ച് അവതരിപ്പിച്ച ആദ്യ മലയാളം ഷോർട്ട് മൂവി കൂടിയാണിത്. ഇടത്തോടി K ഭാസ്കരനാണ് 22 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയുടെ നിർമ്മാണം. വിനോദ് നാരായണൻ, സമിത മാക്സോ, ആരോൺ സ്റ്റാൻലി, മീനാക്ഷി ഉദയൻ, ഡോക്ടർ രാജിമോൾ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ജേക്കബ് ക്രിയേറ്റീവ് ബീസാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗും ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നത്. രാജീവ് ശിവ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നു. സ്റ്റാൻലി തോമസ്, വിനോദ് ആറ്റിങ്ങൽ എന്നിവർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായും അജയ് തുണ്ടത്തിൽ PROയായും ചിത്രത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ജനം. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഒരു സത്യസന്ധതയുടെ കഥ. കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണം അടങ്ങിയ പേഴ്സ് സമീപത്തെ കടയിൽ ഏൽപ്പിച്ച യുവാവ് സോഷ്യൽ മീഡിയയിൽ താരമാവുകയാണ്. തമിഴ്നാട് സ്വദേശി കുമാറാണ് കഥാനായകൻ. താമരശ്ശേരി പോസ്റ്റ് ഓഫീസിന് സമീപത്ത് റോഡരികിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ പേഴ്സ് തമിഴ്നാട് തൃച്ചി സ്വദേശിയായ കുമാറിന് ലഭിച്ചത്. ബാഗിൽ സ്വർണ്ണാഭരണമാണെന്നറിഞ്ഞിട്ടും ബാഗ് കടയിൽ ഏൽപ്പിക്കുകയായിരുന്നു. ട്രിച്ചിയിൽ നിന്ന് തൊഴിൽ തേടി എത്തിയതായിരുന്നു കുമാർ. ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിൽ പണമുണ്ടായിരുന്നില്ല. എന്നിട്ടും തന്റേതല്ലാത്ത മുതൽ കടയിൽ ഏൽപ്പിക്കുകയായിരുന്നു. லாரிக்கு பிடிச்சி 10 வந்துட்டேன். தாமரசிச்சி அதுக்கப்புறம் நடந்து போக 10 செகண்ட். இந்த சாப்பிடாச்சா? இல்ல சாப்பிடல. ശരി. കടയുടമയാണ് പേഴ്സിലെ ബില്ലിൽ നോക്കി വിലാസം കണ്ടെത്തുകയും വിവരമറിയിക്കുകയും ചെയ്തത്. 2 മോതിരവും ഒരു ബ്രേസ്ലെറ്റും അടക്കം 1.5 പവനോളം തൂക്കം വരുന്ന ആഭരണങ്ങളാണ് ബാഗിൽ ഉണ്ടായിരുന്നത്. ഉടമയായ ചമൽപിള്ളച്ചിറ സ്വദേശി എൽസി പേഴ്സ് കൈപ്പറ്റി. ആ കുട്ടി ഇങ്ങനെ ജോലി അന്വേഷിച്ച് പോവുകയായിരുന്നു. വണ്ടിക്കൂലിക്ക് പോലും കാശില്ലാണ്ട് താമരശ്ശേരിയിലേക്ക് നടക്കുകയായിരുന്നു. ഏതോ ലോറിക്ക് കയറി വന്ന് നടക്കുന്ന സമയത്താണ് ഇത് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലും അത്രയും സ്വർണം കിട്ടിയിട്ട് തിരികെ തരാനും ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ടെന്നുള്ളത്
നമുക്ക് എല്ലാവരും അറിയണം അതിന് വേണ്ടിയിട്ട്. പേഴ്സും ആഭരണവും ലഭിച്ചതിലുള്ള സന്തോഷത്തിൽ എൽസി ചെറിയ തുക കുമാറിന് നൽകാനും മറന്നില്ല. വിവരമറിഞ്ഞ മുക്കം സ്വദേശിയായ വ്യാപാരി സിദ്ദിഖ് തന്റെ സ്ഥാപനത്തിൽ കുമാറിന് ജോലിയും വാഗ്ദാനം ചെയ്തതായി കട ഉടമ പറഞ്ഞു. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം തൊട്ടടുത്ത് നമ്മൾ റോളക്സ് ജ്വല്ലറിയിൽ നിന്ന് അതിൻ്റെ ബോക്സിൻ്റെ മുകളിൽ അവരെ നെയിമും ഫോൺ നമ്പറും ഉണ്ട്. ആ പയ്യൻ എന്നാൽ ശരി ചേട്ടാ ഞാൻ പോവാമെന്ന് പറഞ്ഞ് ഇറങ്ങുമായിരുന്നു. അപ്പം ഞാൻ അവിടെ വിളിച്ചിരുത്തി പോലെ അത് ആൾ വന്നിട്ട് നേരിട്ട് കൈയോടെ കൊടുത്തതിന് ശേഷം പോയിക്കോ എന്ന് പറഞ്ഞു നിർത്തിച്ചു. കഷ്ടപ്പാടുകൾക്കിടയിലും സത്യസന്ധത മുറുകെ പിടിച്ച കുമാറിനെ തേടി ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. ജനം, കോഴിക്കോട്. തൃശൂർ പൂരത്തിന്റെ ആധ്യാത്മിക പ്രൗഢിയെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ ശങ്കര ഹാളിൽ തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം സംഘടിപ്പിച്ചു. മാതാമൃതാനന്ദമയി മഠത്തിലെ സ്വാമി അനഘാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജയോടെയാണ് ഹിന്ദു മഹാസംഗമം ആരംഭിച്ചത്. പാഞ്ചജന്യം ഭാരതം എന്ന സാംസ്കാരിക സംഘടനയാണ് ഹിന്ദു മഹാസംഗമം സംഘടിപ്പിച്ചത്. സന്യാസി ശ്രേഷ്ഠരും തന്ത്രിമുഖ്യരും സാമുദായിക സംഘടനാ നേതാക്കളും ക്ഷേത്രം ഭാരവാഹികളും സംഗമത്തിൽ പങ്കെടുത്തു. മാതാ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി അനഘാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജകളോടെയാണ് ഹിന്ദു മഹാസംഗമം ആരംഭിച്ചത്. ഹിന്ദു മഹാസംഗമം ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറുകയാണെന്നും നാടിന്റെ ആധ്യാത്മിക പൈതൃകത്തെ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരമൊരു ഹിന്ദു മഹാസംഗമത്തിന്റെ ഉദ്ദേശമെന്നും തൃശൂർ ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി നന്ദാത്മജാനന്ദ പറഞ്ഞു. ആധ്യാത്മിക തനിമയെ വീണ്ടെടുക്കുക, എല്ലാ ഉത്സവങ്ങളുടെയും പിന്നിലുള്ള ആധ്യാത്മിക തനിമയെ വീണ്ടെടുക്കുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഗമത്തിന് തുടക്കമിടുന്നത്. മാത്രമല്ല ഇത് എല്ലാ വർഷവും നടന്നു പോകത്തക്ക രീതിയിൽ ഉള്ളൊരു സംവിധാനമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ തൃശ്ശൂർ മുഴുവൻ നിറഞ്ഞു കഴിയുന്ന ഒരു പരിപാടിയായിട്ട് ഈ സംഗമം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജസ്റ്റിസ് ടി.പി. നഗരേഷ് ഹിന്ദു മഹാസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതൊരു ചരിത്ര സംഭവമാണെന്നും സനാതനധർമ്മ വിശ്വാസികളായ എല്ലാ ജനങ്ങളുടെയും സമഗ്രമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ വേദിയാണ് ഹിന്ദു മഹാസംഗമമെന്നും മാതാ അമൃതാനന്ദമയി മഠം കൽപ്പറ്റ മഠാധിപതി വേദ അമൃതാനന്ദപുരി പറഞ്ഞു. ശേഷം ശ്രീനാരായണ പൂജയും നാരായണീയ പാരായണവും നടന്നു. ഉച്ചയ്ക്ക് ശേഷം ഹിന്ദു മഹാസംഗമം യൂത്ത് പാർലമെന്റും യതി സംഗമവും നടന്നു. പാഞ്ചജന്യം ഭാരതം എന്ന സാംസ്കാരിക സംഘടനയാണ് ഹിന്ദു മഹാസംഗമം സംഘടിപ്പിച്ചത്. ജനം, തൃശൂർ. കാൽപന്ത് കളിയുടെ ആവേശത്തിൽ IM വിജയനും സംഘവും. പഴയകാല പ്രതിഭകൾ വീണ്ടും ബൂട്ടണിഞ്ഞ മത്സരം കാണികൾക്കും ആവേശമായി. MSP കമാൻഡന്റായിരുന്ന IM വിജയന്റെ വിരമിക്കലിനോടനുബന്ധിച്ചായിരുന്നു മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. ഓർമ്മകൾ 90കളിലേക്ക്. IM വിജയനും ജോപ്പനഞ്ചേരിയും കുരികേഷ് മാത്യുവും പാപ്പച്ചനും സത്യനുമെല്ലാം കാൽപന്ത് കളിയെ സ്നേഹിച്ച ആരാധകർക്ക് നൽകിയത് സുന്ദര കാഴ്ചകളായിരുന്നു. അതിന്റെ പുനരാവിഷ്കാരമായിരുന്നു ഇന്നലെ മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നടന്ന സൗഹൃദ ഫുട്ബോൾ മത്സരം. MSP കമാൻഡറായി വിരമിച്ച IM വിജയനോടുള്ള സ്നേഹാദരവ് കൂടിയായിരുന്നു ഈ കാൽപന്ത് മാമാങ്കം. സഹതാരങ്ങളായ U ഷറഫലിയും KT ചാക്കോയും കുരികേഷ് മാത്യുവുമെല്ലാം ഉണ്ട്. 2 തവണ ഗോൾ പോസ്റ്റിലേക്ക് ഷൂട്ട് എതിർത്തു വിജയൻ. കേരള പോലീസിനു വേണ്ടിയും കേരള ടീമിനും ഇന്ത്യൻ കുപ്പായത്തിലുമെല്ലാം പലതവണ വലചലിപ്പിച്ച 10ാം നമ്പറുകാരനെ ഒരിക്കൽ കൂടി അവർ ഓർത്തു. സഹപ്രവർത്തകരും സഹതാരങ്ങളും വിജയനെ കുറിച്ച് വാചാലരായി. ഇനിയും പന്ത് തട്ടാൻ കളത്തിലുണ്ടാകുമെന്ന് IN വിജയനും പറഞ്ഞു. 4 പതിറ്റാണ്ട് നീണ്ട സേവനത്തിനു ശേഷം കേരള പോലീസിൽ നിന്ന് വിരമിക്കുന്ന IM വിജയന് ആദരമായാണ് വെറ്ററൻസ് അസോസിയേഷൻ മലപ്പുറത്ത് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. വിജയന്റെ കേരള പോലീസ് ലെജൻസും ആസിഫ് സഹീറിന്റെ വെറ്ററൻസ് 11 തമ്മിൽ നടന്ന മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. ജനം, മലപ്പുറം. പുത്തൻപുലരിയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് കാണാം. നമസ്തേ.